ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു മാത്സ്ഡോ. നിങ്ങളുടെ സ്വന്തം മാത്സ്ഡോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് നമ്മൾ. മാത്സ്ഡോയുടെ ഈ ഡ്രസ്സ് കണ്ടാൽ അറിയായിരിക്കാം, ചില ആൾക്കാർക്കെങ്കിലും നമ്മുടെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 8-ാം തീയതിയാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഫെബ്രുവരി 12-13 ആവും. ഏതായാലും ഭയങ്കര സന്തോഷത്തിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. ബിക്കോസ് മാത്സ്ഡോ തുടങ്ങി വെറും 2 മാസം ആകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ആദ്യത്തെ ഓഫ്ലൈൻ റിവിഷൻ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചു. ഏകദേശം 90ഓളം കുട്ടികൾ മാത്സ്ഡോയെ മാത്രം വിശ്വസിച്ച് ആ ക്യാമ്പിൽ പങ്കെടുത്തു. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പവർ പാക്ക് സെഷൻസ് ആയിരുന്നു നടന്നിരുന്നത്. 4 വിഷയങ്ങൾ, 8ഓളം ഫാക്കൽറ്റീസ്, 90ഓളം കുട്ടികൾ. ഭയങ്കരമായിട്ടുള്ള ആർജവത്തോടെയും ആവേശത്തോടെയായിരുന്നു നമ്മുടെ സ്റ്റുഡൻസ് അതിനെ വരവേറ്റത്. അവസാനം പോകുന്ന സമയത്തും ആ ഒരു രാവിലെ വന്ന അതേ ഊർജം കൈക്കൊണ്ടുകൊണ്ടും അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഫീഡ്ബാക്സ് തന്നുകൊണ്ടും സന്തോഷത്തോടെയാണ് ആ മക്കൾ ഇറങ്ങിപ്പോയത്. അപ്പോൾ ഏതായാലും അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഏതായാലും വരും ദിവസങ്ങൾ അത് ഇടും. ഏതായാലും നമുക്ക് തുടങ്ങാം ആ സന്തോഷത്തോടെ. ഭയങ്കരമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. പക്ഷെ ആ ക്ഷീണം വകവെക്കാതെ ഇത് റെക്കോർഡ് ചെയ്യൽ നിങ്ങളേക്ക് ഇത് സമയത്തിന് എത്തിക്കണമല്ലോ എന്നുള്ളൊരൊറ്റ ബോധം ഉണ്ടായതുകൊണ്ടാണ്. സോ കുറേ കുട്ടികൾ ഇന്ന് പറഞ്ഞു, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, സ്ക്വയർ കംപ്ലീഷൻ, വർഗത്തികവ്, ഇതൊന്നും സാറേ കഴിയുന്നില്ല. പല ക്വസ്റ്റ്യൻസും ചെയ്യുമ്പോൾ തല പിരാന്തമാണ്. സോ ആ പിരാന്തം നമ്മൾ മാറ്റുകയാണ്. ഇതിൽ നിന്ന് വരാൻ പോകുന്ന ഏറ്റവും മാക്സിമം ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലൈവിൽ ഡിസ്കസ് ചെയ്യാണ്. സോ തുടങ്ങാം. ഏതായാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യണം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, കുറച്ച് ടിപ്സും പറഞ്ഞുതരാം. എന്താണ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ? എന്താ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ അല്ലേ? ഇത് പല ആൾക്കാർക്കും ഈ ഇക്വേഷൻ അറിയായിരിക്കും. പക്ഷെ ഇത് പ്രാക്ടിക്കലി നിങ്ങൾ എഴുതുന്ന സമയത്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരിക. അപ്പോൾ അതിന് ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇനി മുതൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് അവിടെ ഏത് നമ്പർ ആണെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സോ നോക്കിക്കോ, ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ഇവിടെ ബ്രാക്കറ്റിലുള്ളത് എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്. ചിഹ്നത്തിന് നോക്കണ്ട, ഇപ്പൊ നോക്കണ്ട. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്. അപ്പൊ ആ എക്സിനെയും വൈനെയും മണ്ടക്ക് സ്ക്വയർ കൊടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും നിർത്തുക. അത് രണ്ടും എന്തായാലും പ്ലസ് ആയിരിക്കും, മൈനസ് വരില്ല. അതെവിടെ ചിഹ്നം എന്തോ ആയിക്കോട്ടെ, ആ രണ്ടാൾക്കാരെ പ്ലസ് കൊടുക്കുക. ഇനി ഇവിടെയുള്ള ആളെ പറ്റിയാണ് പല ആൾക്കാരും കൺഫ്യൂഷൻ വരിക. അതിന് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇവിടെയുള്ള എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്താൽ ഞാൻ ഈ സെന്ററിലിട്ട് ഒരു കറക്കം കറങ്ങാം. നോക്കിക്കോ, ഇവിടെ എന്താ ഉള്ളത്? സ്ക്വയർ ആണ്, പക്ഷെ ഇത് 2 അല്ലെ, നമ്പർ 2 അല്ലേ? 2. ഇവിടെ എന്താ എക്സ്, ഇവിടെ എന്താ വൈ. ഇതിനൊക്കെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. ഇങ്ങനെ ഒരു കറക്കം കറങ്ങി 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. സോ ആ കറക്കം കറങ്ങി നോക്കി 2xy. ഇനി ഇവിടുത്തെ ചിഹ്നം എന്താ വരിക? ഇതിന്റെ ഇടയിൽ എന്താ ചിഹ്നം? പ്ലസ് അല്ലേ? ആണോ? അല്ലേ? സോ അതേ ചിഹ്നമാണ് ഇവിടെ വരിക. ഇനിയിപ്പോ ഇവിടെ മൈനസ് ആണെങ്കിലോ ഇവിടെ മൈനസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് അതിന്റെ എക്സ്പാൻഷൻ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഞാൻ ചോദിക്കട്ടെ, എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ എന്തായിരിക്കും? ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ആളെയും രണ്ടാമത്തെ ആളെയും മണ്ടക്ക് സ്ക്വയർ കൊടുത്ത് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തുക. എക്സ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. ഇവിടെ ഈ ഗ്യാപ്പിലുള്ള ആളെയും നമുക്ക് ഡൗട്ട്. അത് ഭയങ്കര സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞ എന്താ ഐഡിയ? ഇവിടെയുള്ള എല്ലാ സംഖ്യകളെയും മൾട്ടിപ്ലൈ ചെയ്യുന്നത് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 5 കഴിഞ്ഞു. 2 ഇൻറ്റു എക്സ് ഇൻറ്റു 5, 2 ഇൻറ്റു എക്സ് ഇൻറ്റു 5. ഇനി ഇവിടുത്തെ ചിഹ്നം എന്താ വരിക? ഐഡിയയിൽ എന്താ? പ്ലസ് അല്ലേ? സോ അവിടെ പ്ലസ്. മറക്കരുത്. പല ആൾക്കാർ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനത്തിന് ഈ കാര്യം കാണാൻ നോക്കിക്കോട്ടോ. ഇതെന്താ വരിക? എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 5 സ്ക്വയർ ആണോ? അല്ലെ? 5 സ്ക്വയർ ഒന്നും ഇതിന് എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം. എടാ ഇവിടെ ആരാടാ? 10 അല്ലേ? ആ 10ന്റെ പകുതി അല്ലേ ഇടാ ഇവിടെ ഉള്ളത്? നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എക്സിന്റെ കോഎഫിഷ്യന്റ് ഒപ്പമുള്ള ആള്, ഗുണോത്തരത്തിന്റെ പകുതിയുടെ സ്ക്വയർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൂട്ടണം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് വർഗത്തികവ് അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ. ആണോ? അല്ലേ? ആ മെത്തേഡ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സാധനത്തിന് ഇങ്ങനെ പൊട്ടിക്കാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ ഈ പൊട്ടിച്ച സാധനത്തിന് വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ച് അടക്കണതാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. എങ്ങനെയാടാ ഇതിനെ ഇങ്ങനെയുള്ള ഒരു സാധനത്തിന് നിങ്ങൾ അടക്കല്? ഓർമ്മ ഉണ്ടോ? എക്സ് എന്തോ പ്ലസ് എന്തോ ഹോൾ സ്ക്വയർ എഴുതുമല്ലോ, അതെങ്ങനെ എഴുതുക? ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് മണ്ടക്ക് സ്ക്വയറുള്ള രണ്ടാൾക്കാർ എടുക്കുക. മണ്ടക്ക് സ്ക്വയറില്ലാത്തവന് ഇപ്പൊ സങ്കടമായില്ലേ? അപ്പൊ അവന്റെ ചിഹ്നം കൊടുക്കുക. മണ്ടക്ക് സ്ക്വയറുള്ള രണ്ടാൾക്കാർ എടുക്കുക, മണ്ടക്ക് സ്ക്വയറില്ലാത്തവന്റെ ചിഹ്നം കൊടുക്കുക. അപ്പൊ മണ്ടക്ക് സ്ക്വയറുള്ള രണ്ടാൾക്കാർ എക്സും 5, മണ്ടക്ക് സ്ക്വയറില്ലാത്തവന്റെ ചിഹ്നം പ്ലസ്. കണ്ടോ? അതിന് മനസ്സിലാവും. അവിടെ ഫുള്ള് പ്ലസ് അല്ലേ? ഇനി അവിടെ മൈനസിന് സ്കോപ്പില്ല. ഈ ഹോൾ സ്ക്വയർ ഇത്രേ ഉള്ളൂ.
എടാ ഇതല്ലേടാ ഞാൻ ഇങ്ങനെ പൊട്ടിച്ചേ, ഇങ്ങനെ ആക്കിയത്. ആ സാധനത്തിന് വീണ്ടും ഇതുക്കന്നെല്ലേടാ എത്തിച്ച്, ആണോ അല്ലേ? സിമ്പിൾ അല്ലേ? ഈ ഒരു മെത്തേഡാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പല സമയത്തും നിങ്ങൾ കരുതും എന്താ ചിലപ്പോൾ വേറെ ചാപ്റ്റർ നോക്കിക്കാരം, അരിത്മെറ്റിക് സീക്വൻസ് നോക്കിക്കാരം. പക്ഷെ നിങ്ങൾ എന്താട്ടരുത്, പേടിച്ചാൽ നിൽക്കരുത്. അത് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട സാധനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്ക്വയർ കംപ്ലീഷൻ്റെ ഏരിയക്ക് എത്തിയഞ്ച മക്കൾക്ക് പേടിണ്ടാവരുത്. അത് നിങ്ങളെ ഏരിയയാണ്, അത് ചെയ്യും എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നോക്കിക്കോ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ, ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കിക്കോ, അമീൻ is 10 years older than രാജു. അമീന് രാജുവിനേക്കാൾ 10 വയസ്സ് മൂത്തതാണ്. ഓക്കെ, ദ പ്രൊഡക്റ്റ് ഓഫ് ദിയർ ഏജസ് ഈസ് 144. അവരുടെ വയസ്സുകൾ തമ്മിൽ ഗുണിച്ചാൽ, രണ്ടാളെ അമീന്റെയും രാജുവിന്റെയും വയസ്സ് തമ്മിൽ ഗുണിച്ചാൽ 144 കിട്ടുക. ഇതന്നെയല്ലേ ഇവിടെ പറഞ്ഞു, അമീൻ രാജുവിനേക്കാൾ 10 വയസ്സ് മൂത്തതാണ്, അവരുടെ വയസ്സുകളുടെ ഗുണനഫലം 144. ഭയങ്കര സിമ്പിളാണ്. നോക്കിയോ, ഈ ക്വസ്റ്റ്യൻ എന്താ കണ്ടുപിടിച്ചാണല്ല, എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അമീന്റെ വയസ്സ് എക്സ് നിർത്താൽ രാജുവിന്റെ വയസ്സ് എക്സ് നിർത്താൽ അമീന്റെ വയസ്സ് എന്തായിരിക്കും പറയാൻ പറ്റുമോ? രാജുവിന്റെ വയസ്സിന് ഞാൻ എക്സ് എന്നെടുക്കുക. പറയാൻ പറ്റും അമീന്റെ വയസ്സ് എന്തായിരിക്കും എന്നുള്ളത്? അമീന്റെ വയസ്സ് എന്തായിരിക്കും? രാജുവിനേക്കാൾ 10 വയസ്സ് മൂത്ത പറയുമ്പോ, ഇപ്പോ രാജുവിന്റെ അനിയനാണ് എഴുതിക്കോ, ഓനക്ക് 20 വയസ്സുണ്ട് എഴുതിക്കോ വെറുതെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി എത്ര വയസ്സാവും? ഓനേക്കാൾ 10 വയസ്സ് മൂത്തതാ ഞാൻ, ഓനെക്കാട്ടിൽ 10 വർഷം മുമ്പ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കണം. സോ ദാറ്റ് മീൻസ് ഇറ്റ് 30 വയസ്സ്, ആണോ അല്ലേ? സോ അതേപോലെ തന്നെ ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. നോക്കാം, ഇപ്പൊ രാജുവിന് എക്സ് ആണെങ്കിൽ അമീന് എക്സ് പ്ലസ് 10. ഇനി അവരുടെ വയസ്സിന്റെ ഗുണനഫലം എന്താ പറഞ്ഞത്? അമീന്റെയും രാജുവിന്റെയും വയസ്സിന്റെ ഗുണനഫലം എന്താ പറഞ്ഞത്? അവരുടെ പ്രൊഡക്റ്റ് 144 അല്ലേ? അതിലെന്താണ് അമീന്റെ വയസ്സ് എക്സ് പ്ലസ് 10 ഇൻറ്റു രാജുവിന്റെ വയസ്സ് എന്താ എക്സ് ഈക്വൽ ടു 144. ഇത് ഞാൻ ഇങ്ങനെ തിരിച്ചു ചെയ്ത് തരും. സാധാരണ ഇങ്ങനെ ഉണ്ടാവില്ല, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 എന്നുണ്ടാവില്ല, തിരിച്ചാണ്ടാവില്ല. അത് ഞാൻ ഇങ്ങനെ തിരിച്ചു ചെയ്താൻ കാരണമുണ്ട്. ചില ബുദ്ധി കൂടിയ ആളുകൾ, കഴിവ് ഏറിയ ആളുകൾ ആദ്യം എക്സിനെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ഒരിക്കലും ചെയ്യരുത്. ഇവിടെ ഒന്നും പ്രശ്നമുള്ള കാര്യമില്ല, പക്ഷെ മൈനസ് ഒക്കെ വരുന്ന സമയത്ത് ആ ശീലം നല്ലതല്ല. അപ്പൊ എപ്പോഴും ബ്രാക്കറ്റ് പൊട്ടിക്കണ സമയത്ത് പുറത്തുള്ള ആളെ കൊണ്ട്, എന്തായാലും ഈ ആളെ കൊണ്ട് ഇവിടെ രണ്ടാൾക്കാരെയും നമ്മൾ പൊട്ടിക്കണം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റിന്റെ ഉള്ളത് ഫസ്റ്റത്തെ പേഴ്സണെ മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് ചിഹ്നൊക്കെ ഇട്ടിട്ടാണ് അടുത്ത പേഴ്സണെ മൾട്ടിപ്ലൈ ചെയ്യുക. മറക്കരുത്, നിങ്ങൾ എടുത്തുള്ള ആളെ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ആദ്യം എക്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഇവിടെയുള്ള ആളെ. അപ്പൊ എന്താ വരിക? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, ഷാദിൽ ഇൻറ്റു ഷാദിൽ സ്ക്വയർ, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. എടീത്ത ചിഹ്നം എന്താടാ മക്കളെ? പ്ലസ് അല്ലേ? സോ പ്ലസ്. ഇനി എക്സ് ഇൻറ്റു 10x ഈക്വൽ ടു 144. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി ഇവിടെയാണ് നമ്മൾ എന്ത് കണ്ടത്? ഇവിടെ നമുക്ക് മനസ്സിലായി എക്സ് സ്ക്വയറിന് മുന്നിൽ ആരുമില്ല. തെറ്റാണ്. ആരുമില്ലാത്തവർക്ക് പടച്ചോൻ കാവലുണ്ട്, ഒന്ന് ഇവിടെ ഉണ്ടാകും. അഥവാ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എപ്പോഴും ഒന്നായിരിക്കും. കാക്ക ഒരു കടയിൽ പോയിട്ട് കാക്ക മിഠായി എന്ന് പറഞ്ഞാൽ കാക്ക ഒരൊറ്റ മിഠായി എടുത്തിട്ട്, അത് ഒരു മിഠായി എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഒന്ന് എന്നുള്ളത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അവിടെ എഴുതാത്തത്. അതേപോലെ തന്നെ എക്സിന്റെ ഒപ്പമുള്ള ആള് 10 ആണ്. 10 ഒരു ഈവൻ നമ്പറാണ്. 10ന്റെ പകുതി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ രണ്ട് കണ്ടീഷനാണ് ശ്രദ്ധിക്കുന്നത്. എക്സ് സ്ക്വയറിന് മുന്നിൽ പടച്ചോനില്ലാതെ ആരും ഉണ്ടാവരുത്. എക്സിന് മുന്നിലുള്ളത് പകുതി കണ്ടുപിടിക്കാൻ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈവൻ നമ്പർ ആയിരിക്കണം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇത് രണ്ടും ഓക്കെ ആയതുകൊണ്ട് ഞാൻ ഇതിനെ സ്ക്വയർ കംപ്ലീഷൻ അല്ലെങ്കിൽ വർഗ തികവറ മെത്തേഡിലേക്ക് ഇട്ടെടുക്കാൻ പോകണം. ഇനിയുള്ള ക്വസ്റ്റ്യൻസിലൊന്നും ഞാൻ അത്ര ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞില്ല. അപ്പൊ ഭയങ്കര സിമ്പിൾ ആണ്. ഇപ്പൊ ശ്രദ്ധിച്ചോ. അപ്പൊ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എഴുതാൻ പോവാണ്. ശ്രദ്ധിച്ചോട്ടോ. സ്ക്വയർ കംപ്ലീഷൻ എന്താ പറഞ്ഞ? വർഗ തികവ് അല്ലെങ്കിൽ വർഗം തികച്ചാൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. കണ്ടോട്ടോ, എക്സ് സ്ക്വയർ പ്ലസ് 10x. ഓക്കെ, ഇവിടെ 144 അല്ലേ? ഇവിടെ ഞാൻ പ്ലസ് ഒരാളെ കൂട്ടുന്നുണ്ട്, പ്ലസ് ഇവിടെയും അയാളെ കൂട്ടണ്ടേ? ഇപ്പൊ ഒരു തുലാസിൽ ഇവിടെ 500 ഗ്രാമിന്റെ ഒരു കട്ട വെച്ച് കഴിഞ്ഞാൽ ആ 500 ഗ്രാമിന്റെ കട്ടയുടെ അതേ വെയിറ്റുള്ള മത്തി അപ്പുറത്ത് വെച്ചാലേ ഈ തുലാസ് നേരക്കുള്ളൂ. അതല്ലേ ടാലി ആവുക എന്ന് പറഞ്ഞ, ആണോ അല്ലേ? ഒരു പെരിയിൽ 2 കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് പച്ച ലൈസ് കൊടുത്താൽ മറ്റേ കുട്ടിക്കും പച്ച ലൈസ് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ കച്ചറയോ. അതാണ് ടാലി. അപ്പൊ ഇവിടെ എന്തൊക്കെ ചെയ്യണോ ഇവിടെ അത് ചെയ്യണം.
ആണോ അല്ലേ? ഇപ്പൊ നിങ്ങളൊക്കെ പെരിയില് നിങ്ങളെ അനിയന്മാരായിട്ട് നിങ്ങൾ കച്ചറ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ ന്യായങ്ങളെ വത്തേക്കാരം, പക്ഷെ അനിയന്മാരെ സുഖിപ്പിച്ചാൻ വേണ്ടി പെരക്കാർ ആരെ തല്ലും? നിങ്ങളെയും കൂടി തല്ലും. അത്രേ ഉള്ളൂ. ടാലിയാക്കുക. പെരക്കാർക്ക് എന്ത് വേണം? നിങ്ങളും വേണം, അനിയനും വേണം. രണ്ടാക്കും കൊടുത്ത സമാധാനം കുറച്ചേരം രണ്ടാളും ആലോചിച്ചാൽ ഭയങ്കര സമാധാനമായിട്ട് ആ വീട് മുന്നോട്ട് പോകും. ഓന് കിട്ടിയെന്നുള്ള സമാധാനം ഇവനും ഉണ്ടാവും, ഇവന് കിട്ടിയെന്നുള്ള സമാധാനം ഇവനും ഉണ്ടാവും. ആ സമാധാനപരമായിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത്? വർഗത്തിൽ സ്ക്വയർ കംപ്ലീഷൻ. നോക്കാം. ഈ 10 ഇവിടെയുള്ള എക്സിന്റെ കോഎഫിഷ്യന്റ് 10, അതിന്റെ പകുതി എത്രയാടാ? പകുതി എത്ര? 5 അതിന്റെ സ്ക്വയർ ആണ് അവിടെ കൂട്ടേണ്ടത്. ഇനി ഞാൻ കാര്യം പറഞ്ഞാൽ അവിടെ 5ന്റെ സ്ക്വയർ കൂട്ടിയാൽ അവിടെ 5ന്റെ സ്ക്വയർ കൂട്ടണം. ആണോ അല്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇവിടുത്തെ ഞാൻ ഇപ്പൊ തന്നെ ചെയ്തു തരാമാണെങ്കിൽ 144 പ്ലസ് 5ന്റെ സ്ക്വയർ എത്രടാ? 25. 144ക്ക് 25 കൂട്ടിയ 169. ആണോ അല്ലേ? ആണോ അല്ലേ? സുധേ, ഇതെങ്ങനെയാടാ മക്കളെ നിങ്ങൾ സ്ക്വയർ കംപ്ലീഷനിലെ ഊര? ഞാൻ അതിന്റെ മുമ്പ് ഞാൻ കാര്യം ചോദിക്കട്ടെ, എന്താണ് എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ? ഞാൻ പറഞ്ഞ മെത്തേഡിൽ ഒന്ന് ആലോചിച്ച് നോക്കി. എക്സ് സ്ക്വയർ എഴുതണം, പ്ലസ് 5 സ്ക്വയർ എഴുതണം. ഇവിടുത്തെ ചിഹ്നം ഈ അടിയിലുള്ള ചിഹ്നമാണ് ഇവിടെ വരിക, പ്ലസ്. ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ്. ഇവിടെ എന്താ വരിക? കറങ്ങിക്കാണി 2 × x × 5. ആണോ അല്ലേ? 2 × x × 5 എത്ര വരിക? എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 5 സ്ക്വയർ. എങ്കയോ പാത്രക്ക്, മയിലാട്ടം പാത്രക്ക്, ഇതന്നെയല്ലേ അത്? സോ ഇത് ആരുടെ എക്സ്പാൻഷനാ? ഈ ചങ്ങായിന്റെ എക്സ്പാൻഷൻ അല്ലേ? സോ നമുക്കതിനെ ധൈര്യത്തോടെ നിങ്ങൾക്ക് എന്താട്ടാം? ഈ എക്സ്പാൻഡ് ചെയ്തതിനെ വീണ്ടും ചുരുക്കാം. എങ്ങനെ ചുരുക്കേണ്ടി? മണ്ടക്ക് സ്ക്വയർ ഇട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന ആൾക്കാരല്ലേ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഉണ്ടാകുക, എക്സും 5ഉം. ഇനി ഇതിന്റെ ചിഹ്നം എവിടെ വരിക? ഈ മണ്ടക്ക് സ്ക്വയർ ഇല്ലാത്തവന്റെ ചിഹ്നല്ലേ വരിക? സോ ആണോ അല്ലേ? സോ ഈ സ്ക്വയർ അങ്ങോട്ട് പോയാൽ എന്തായി സംഭവിക്കും? ഈ സ്ക്വയർ അങ്ങോട്ട് പോയാൽ എന്താ സംഭവിക്കുക മക്കളെ? ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻസിലൊക്കെ ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല കേട്ടോ. സ്ക്വയർ അങ്ങോട്ട് പോയാൽ ഇവിടെ എക്സ് പ്ലസ് 5 ബാക്കിയാവും. ഡൗട്ട് ഇല്ലാതെക്കാനാണ്. അപ്പൊ സ്ക്വയർ അങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ സ്ക്വയറിന്റെ നേരെ ഓപ്പോസിറ്റ് അത് എന്താവും? റൂട്ട് ആവും. ആണോ അല്ലേ? റൂട്ട് 169. 169ന്റെ റൂട്ട് എത്ര? 13ന്റെ സ്ക്വയർ എത്രയാണ്? 169. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, -13ന്റെ സ്ക്വയറും ഇറ്റ് ഈസ് ഓൾസോ 169, നോട്ട് -169. ബിക്കോസ് -13ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -13നെ -13 കൊണ്ട് തന്നെ ഗുണിക്കുക എന്നല്ലേ. പക്ഷെ ഷാദിലിന്റെ സ്ക്വയർ ആണ് ഷാദിലിനെ ഷാദിൽ കൊണ്ട് തന്നെ ഗുണിക്കുക. സോ ഇവിടെ നോക്കിക്കോളി, സംഖ്യകൾ 13ഉം 13ഉം ആണ്. 13 × 13 പറഞ്ഞാൽ 13ന്റെ സ്ക്വയർ വരും 169 വരും. ആണോ അല്ലേ? ഇനി ഇവിടത്തെ ചിഹ്നം കണ്ടോ? മൈനസ്. ഇവിടെ മൈനസും മൈനസും മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരിക? പ്ലസ് അല്ലേ വരിക? ആണോ അല്ലേ? സോ ഇവിടുത്തെ ചിഹ്നം പ്ലസ്. ഭയങ്കര സിമ്പിൾ ആണ്. സ്ക്വയർ എവിടെ കണ്ടാലും സ്ക്വയർ ഗ്രാഫ് ഇങ്ങനെ വരിക. എന്തുകൊണ്ടാ താഴത്തേക്ക് വരാത്ത? ഒരു പോളിനോമിയലിന്റെ ഉത്തരത്തിനെയാണ് നമ്മൾ y എന്ന് വിളിക്കുന്നത്. y ആക്സിസ് ഇതല്ലേ. ഒരിക്കലും ഇവിടെ ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എക്സിന് ഇപ്പോൾ -13 കൊടുത്താലും 13 കൊടുത്താലും എന്നും സ്ക്വയർ ചെയ്യുന്ന സമയത്ത് അടിക്ക് നെഗറ്റീവായിട്ട് ഉത്തരം വരില്ല. ഉത്തരം ഉള്ളി 0 ഓർ പോസിറ്റീവ് അങ്ങനെ വരുള്ളൂ. സോ മനസ്സിലുണ്ടാകുക. അപ്പോൾ 13ന്റെ വാപ്പാന്റെ പേരും 169 ആണ്. -13ന്റെ വാപ്പാന്റെ പേരും 169 ആണ്. എന്നാ പറഞ്ഞോളി, 169ന്റെ മക്കളാരൊക്കെ? 13 വരും, -13 വരും. 13 പ്ലസ് 13, അത് പ്രത്യേകം എഴുതാത്തതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് ഓർ -13 എഴുതാം. ആണോ അല്ലേ? മഞ്ജുവിന്റെ വീട്ടിലും പട്ടിയുണ്ട്, കുഞ്ചുവിന്റെ വീട്ടിലും പട്ടിയുണ്ട്. മഞ്ജു ബൈ കുഞ്ചു ആൻഡ് ദർ ഈസ് പട്ടി. രണ്ടും ഒറ്റയടിക്കണോ? അപ്പൊ അല്ലേ സുധൻ, ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. സുധൻ ഇവിടെ എന്താ വരിക? എക്സ് പ്ലസ് 5 ഈക്വൽ ടു പ്ലസ് ഓർ -13 ആണോ അല്ല? ഇത് വയസ്സിന്റെ കാര്യം ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് ഒന്നും എടുക്കണ്ട. പിന്നെ ഇനിയിപ്പോ ഷാദിൽ സാർ അങ്ങനെ പഠിപ്പിച്ചു തരാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ പഠിച്ചില്ല എന്ന് പറയാൻ നിൽക്കണ്ട. സോ +5 അങ്ങോട്ട് ചാടിയാൽ എന്താ സംഭവിക്കുക? എക്സ് ഇവിടെ ഒറ്റക്കാവൂലേ? പ്ലസ് ഓർ -13 ഇവിടെ ഉണ്ട്. +5 ഇങ്ങോട്ട് ചാടിയാൽ -5. ആരുടെ ചിഹ്നത്തിൽ മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ ഇപ്പോൾ ഉള്ളൂ? നമ്മൾ രണ്ട് ഭാഗത്തേക്ക് ആക്കാം. എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പ്ലസ് മാത്രം എടുക്കുക, ബാക്കിയൊക്കെ സെയിം ആട്ടോ. പ്ലസ് ഓർ മൈനസ് പ്ലസ് മാത്രം എടുക്കുക, ബാക്കിയൊക്കെ സെയിം. ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താ കാരണം? പ്ലസ് ഓർ മൈനസ് മൈനസ് മാത്രം എടുക്കുക, ബാക്കിയൊക്കെ സെയിം. സോ നോക്കിക്കോ, +13 -5 എക്സ് ഇസ് ഈക്വൽ ടു -13 -5. 5ന്റെ ചിഹ്നത്തിന് നമ്മളൊന്നും ബാധിക്കണില്ല, അത് മൈനസ് തന്നെയാണ്. 13ന്റെ ചിഹ്നം പ്ലസും വരാം മൈനസും വരാം. രണ്ട് കേസും നമ്മൾ പരിശോധിക്കുകയാണ്. +13 13ൽ നിന്ന് 5 പോയ 8 അല്ലേടാ? എക്സ് 8. ഇനി ഇവിടെ എന്താ വരിക? ഇത് ഞാൻ നിങ്ങളോട് 2 ട്രിക്ക് പറഞ്ഞു നിൽക്കുന്നത്, പല ക്ലാസ്സുകളിൽ ഞാൻ പറയുന്നുണ്ട്.
-13. ഇതും 2 മൈനസ് വന്നാൽ പ്ലസ് ആകും എന്നുള്ള പ്രസ്താവനയുടെ തെറ്റാണ്. കാരണം എന്താ, അത് ഗുണിക്കുമ്പോഴാണ് എന്ത് വരിക, മൈനസും മൈനസും പ്ലസ് വരിക. ഇത് ഈ മൈനസ് ഇവിടെ ഉണ്ടെന്ന് ഈ മൈനസിനും അറിയില്ല, ഈ മൈനസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഈ മൈനസിനും അറിയില്ല. അപ്പൊ ചെയ്യേണ്ട പരിപാടി നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങൾ 13 റുപ്യ ചാടിപ്പോയി, അതെടുക്കാൻ മുമ്പിട്ട് ഒരു 5 റുപ്യ പാടെ ചാടിപ്പോയി. ഡബിൾ നഷ്ടമല്ലേ കമ്പനിക്ക്. 13 റുപ്യ ചാടിപ്പോയത് കണ്ടാതെടുക്കാണ്ട് കുമ്പിട്ടപ്പോ ഒരു 5 റുപ്യ പാടെ കിസിയിലുള്ളതാണ് ചാടിപ്പോയി. അൽഹംദുലില്ലാഹ് ഹൈർ. സുദൻ എത്ര റുപ്യ ചാടിപ്പോയി? 18 റുപ്യ ചാടിപ്പോയി. ആണോ അല്ലേ? ആരെങ്കിലും ജംഗ്ഷനിന്റെ മുമ്പ് വയസ്സിടുവോ? വയസ്സ് നെഗറ്റീവ് വരുമോ? വയസ്സ് നെഗറ്റീവ് വരുമോ? ജനിച്ച 0 തുടങ്ങുക, ഒരു കൊല്ലം കഴിഞ്ഞ് 1 വയസ്സ് 2 വയസ്സ് അങ്ങനെ പോവാ. ജനിച്ചതിന്റെ മുമ്പ് തന്നെ പ്രായം ഇടുവോ? ആലോചിച്ച് നോക്കി. 18 വർഷം മുമ്പ് നിങ്ങൾക്ക് പ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ വാപ്പിയും കല്യാണം കഴിച്ചതിന് മുന്നേ നിങ്ങൾക്ക് പ്രായം ഇടേണ്ടി വരും. ആണോ അല്ലേ? അത് നടക്കുന്ന കാര്യമില്ല. സോ പ്രായം, ഇത് ഏജിന്റെ കേസ് ആയതുകൊണ്ട് അമീനും രാജുവിനും എന്ത് പറ്റാൻ പറ്റൂല, നെഗറ്റീവ് വരാൻ പാടില്ല. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങള് വന്ന വഴി മറക്കരുത്. എവിടെ നിന്നാടാ എക്സ് വന്നേ? പോയോക്ക. എടാ ഇവിടെ നല്ലടാ എക്സ് വന്നേ, ഇവിടെ നല്ലടാ എക്സ് വന്നേ. ഈ സാധനത്തിനെ തന്നെ ഞാൻ എന്തായിട്ടാണ് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. കണ്ടോട്ടോ, കട്ട്. അയ്യോ സോറി, കോപ്പി. ഈ സാധനം ഞാൻ ഇവിടെ കൊണ്ടുപോയാണ്ട് പേസ്റ്റ് ചെയ്യാണ്. ഉണ്ടോ? രാജുവിന്റെ വയസ്സിനെയാണ് ഞാൻ എന്താക്കിയത് എക്സ് എന്ന് വിളിച്ചത്. അപ്പൊ എക്സ് എത്രയടാ? 8 അല്ലേ? അമീന്റെ രാജുവിനെക്കാട്ടിൽ 10 വയസ്സ് മൂത്തതല്ലേ? അപ്പൊ എക്സ് 8 ആണ്. 8നേക്കാൾ 10 കൂടുതലാകുമ്പോ 18. രാജുവിന് 8ഉം അമീന് 18ഉം. അപ്പൊ എക്സ് കിട്ടിയാൽ വന്ന വഴി മറക്കരുത് പറഞ്ഞിട്ടില്ല. വന്ന വഴി മറന്നാ പാളി. വന്ന വഴി മറക്കരുത്. എക്സ് കിട്ടിയ എപ്പോഴും എവിടെ നിന്നാണ് എക്സ് വന്നത് എന്നുള്ളത് ആലോചിച്ചാൽ. അതെ, ഇത് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇത്രയും ടൈം എടുത്തെന്തിനാ? ഭയങ്കര സിമ്പിൾ ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാനാ. നോക്കിക്കോ. ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 399. അവിടെ ഓഡ് നമ്പർ ഉണ്ടല്ലേ 1 3 5 7. ഇവിടെ 1 കഴിഞ്ഞ് അടുത്ത ഓഡ് നമ്പർ ഇട്ടാണെങ്കിൽ 2 കൂട്ടണം, വീണ്ടും അടുത്ത ഓഡ് നമ്പർ ഇട്ടാണെങ്കിൽ 2 കൂട്ടണം, വീണ്ടും അടുത്ത ഓഡ് നമ്പർ ഇട്ടാണെങ്കിൽ 2 കൂട്ടണം. അങ്ങനെ കൂട്ടിപ്പോകും. ഇപ്പൊ ഈവൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. 2 4 6 8 ഇരട്ട സംഖ്യ. ഇവിടെ 2 കൂട്ടണം. ആണോ അല്ലേ? ഇവിടെ 2 കൂട്ടണം, ഇവിടെ 2 കൂട്ടണം. അപ്പൊ ഒരു ഓഡ് നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത ഓഡ് നമ്പർ എന്തേക്കാരം? എക്സ്ക്ക് 2 കൂട്ടണം, x+2. ആണോ അല്ലേ? ഇപ്പൊ ഈവൻ ആണെങ്കിലും അങ്ങനെ തന്നെയുണ്ട്. എക്സ് ആണെങ്കിൽ അടുത്തത് x+2. അതൊക്കെ അടക്കട്ടെ. അപ്പൊ ഓടാണെങ്കിലും ഈവൻ ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, അവിടുത്തെ കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പൊ 2 കൂട്ടി പോണം. So then, if the product of 2 consecutive odd numbers is 399. ഒരു ഓഡ് നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത ഓഡ് നമ്പർ ഏതേക്കാരം വരിക? എക്സ്ക്ക് 2 കൂട്ടുക. അപ്പൊ ഒരു ഓഡ് നമ്പർ 9, അടുത്ത ഓഡ് നമ്പർ ഏതാ? 9ക്ക് 2 കൂട്ടിയ 11 വരിക. 10 വരില്ല, 10 ഈവൻ നമ്പർക്കാ പോവാ. സോ 2 ഓഡ് നമ്പേഴ്സ് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അവരുടെ ഗുണനഫലം. ഇവരെ തമ്മിൽ ഗുണിക്കാം. x ഇൻറ്റു x+2 ഇസ് ഈക്വൽ ടു, മക്കളെ എന്താടാ വരിക? 399. ഇവരുടെ പ്രൊഡക്റ്റ് 399. എടാ x ഇൻറ്റു എക്സ്, x ഇൻറ്റു 2 ചെയ്തോടെ. x ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് x ഇൻറ്റു 2 2x ഈക്വൽ ടു 399. ആണോ അല്ലേ? സോ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ മുന്നിൽ പഠിച്ചോനല്ലാതെ ആരുമില്ല. ഇവിടെ ഈവൻ നമ്പർ. സ്ക്വയർ കംപ്ലീഷൻ ചെയ്തൂടെ? ചെയ്യടാ സ്ക്വയർ കംപ്ലീഷൻ. എന്താടാ സ്ക്വയർ കംപ്ലീഷൻ? സ്ക്വയർ കംപ്ലീഷൻ നിങ്ങൾ ഏരിയയാണ്. ഞാൻ അത് നമുക്ക് തലടാൻ വരില്ല. അത് നിങ്ങൾ പക്കയൊക്കെയാണെന്ന് വെച്ചാൽ ഉറപ്പാണ്. x² + 2x പ്ലസ് ഡാഷ് ഈക്വൽ ടു 399 പ്ലസ് ഡാഷ്. ആരെ കൂട്ടണം? 2ന്റെ പകുതി 1ന്റെ സ്ക്വയർ പുറത്തും ടോപ്പുകൾ. സോ 1ന്റെ സ്ക്വയർ ഇവിടെയും കൂട്ടും. ഇവിടെ എത്ര വരും? 399 പ്ലസ് 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ 400 എന്ന് വരും. 400 ആരുടെ സ്ക്വയർ ആടാ? 20ന്റെ സ്ക്വയർ അല്ലേ? കാരണം 2ന്റെ സ്ക്വയർ 4. 20ന്റെ സ്ക്വയർ ആണെങ്കിൽ 2ന്റെ സ്ക്വയർ 4 ചെയ്ത് അവിടെ ഒരു 0 ഉള്ളൂ. ഇവിടെ 2 0 ഇടാം. ടോപ്പ്. സോ ദെൻ നിങ്ങൾ ആരപ്പത്? സോ ദെൻ അടുത്തേക്ക് പോവാ. ഇവിടെ എന്താ വരിക? ഇതിനെ ഞാൻ എങ്ങനെയാടാ ഉള്ളിക്കാക്കുക? ബ്രാക്കറ്റിന്റെ ഉള്ളിക്കാക്കുക. എന്തോ പ്ലസ് എന്തോ ഹോൾ സ്ക്വയർ അല്ലേ? ഞാൻ മണ്ടക്ക് സ്ക്വയർ എടുത്ത് നിർത്തിയാൽ 2 ആൾക്കാരല്ലേ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഉണ്ടാകുക? മണ്ടക്ക് സ്ക്വയർ ഇല്ലാത്തവരുടെ ചിഹ്നല്ലേ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഉണ്ടാകുക? ഹോൾ സ്ക്വയർ തട്ടടാ അങ്ങട്ട്. അപ്പൊ ഇവിടെ x+1 ഹോൾ സ്ക്വയറിന്റെ പകരം x+1 is equal to √400 എന്ന് വന്നില്ല. √400 എന്ന് വന്നില്ലടാ. സോ ദെൻ ഇതെന്താ വരികടാ? √400 എന്ന് പറയുമ്പോൾ 20 പക്ഷേ 20ന്റെ സ്ക്വയർ 400 ആണെന്ന് പറയുന്നത് 400 വേറൊരു മകനും കൂടി ഉണ്ട്. എന്റെ പോക്കിരജിയിലൊരു ആരോഗ്യം ഉണ്ടല്ലോ.
ഞാൻ പറഞ്ഞില്ല, ഇത് -20ന്റെ സ്ക്വയറും 400ആണ്. എന്തുകൊണ്ടാന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു നിൽക്കണം. അപ്പൊ 20ന്റെ വാപ്പാന്റെ പേര് 400ആണ്, -20ന്റെ വാപ്പാന്റെ പേര് 400ആണ്. അപ്പൊ 400ന്റെ മക്കൾ ആരൊക്കെയാണ്? +or-20 ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ നിങ്ങൾ പെർഫെക്റ്റാ. നിങ്ങൾക്ക് നെഗറ്റീവ് വരണമെങ്കിൽ എടുക്കണ്ട, പക്ഷെ എന്നാലും ചെയ്താൽ നിങ്ങൾ ടോപ്പാണ്. +1 അങ്ങോട്ട് പോയാൽ +or-20, +1 അങ്ങോട്ട് പോയാൽ -1. സോ ഇവിടുന്ന് നമുക്ക് എന്താട്ടെ രണ്ട് രീതിക്ക് ആക്കിക്കൂടെ? എങ്ങനെയൊക്കെ ആക്കാം പറഞ്ഞോണി. x = +20 -1. ഇവിടെ x = -20 -1. ഈ +20 പറഞ്ഞാൽ 20 20 പോയാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ 19 ആണ്. നിങ്ങളുടെ നാട്ടിൽ അതാണെന്ന് പ്രതീക്ഷിക്കണം. ഇവിടെ എന്താ വരിക? 20 നിങ്ങൾ 20 ഉറുപ്പ്യന്റെ ചാടി പോയി, അത് എടുക്കാൻ എടുക്കുമ്പോട്ട് ₹1 കാണ്ടി ചാടിപ്പോയി. അൽഹംദുലില്ലാഹ്, ഹൈർ 21 ഉറുപ്പ്യന്ന് നഷ്ടം. ടോപ്പ് ഞങ്ങള്. സോ പക്ഷേ ഇവിടെ ഓഡ് നമ്പർ ആണ്, വേണമെങ്കിൽ എടുക്കാൻ നോ പ്രോബ്ലം. പിന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇവിടെ x 19 എടുത്താ അടുത്ത ഓഡ് നമ്പർ ആക്കി ഇതിന് നെഗറ്റീവ് എടുക്കണ്ട. 21 19 21 അവിടെ ഉത്തരം. അതൊക്കെ അവിടെ കേട്ടെ. നമുക്ക് ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആൻസർ എടുക്കുക, അതല്ലേ നല്ലത്. എടാ എങ്കയോ 10 എക്സിന് എങ്കയാ 10 ഇതല്ലേടാ നമ്മുടെ ഓഡ് നമ്പേഴ്സ് ആണോ അല്ലേ? ഇന്നാ കോപ്പി പണ്ണുങ്ങ സുധൻ കോപ്പി പണ്ണുങ്ങാണ് പോളി കോപ്പി പെസ്റ്റ് ആരാടാ നമ്മുടെ ഓഡ് നമ്പേഴ്സ്? നമ്മുടെ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ. ഓഡ് പറഞ്ഞാൽ ഒറ്റ സംഖ്യ കേട്ടോ, ഒറ്റ സംഖ്യകളാണ്. ഇത് ആരൊക്കെ വരിക? x+2 ആണ്. x ആരാ? x 19. ഇതാണ് എടുക്കണ പോസിറ്റീവ് എടുക്കണുള്ളത്. കോമ x-ക്ക് 2 കുട്ടിയാ, 19ക്ക് 2 കുട്ടിയാ, 21. നെഗറ്റീവ് നമ്മൾ പറയല്ലോ, പിന്നെ കിട്ടണ ഉത്തരത്തിന്റെ നെഗറ്റീവ് ഒഴിവാക്കിയൊക്കെ ഉണ്ടോ? ഇത് തന്നെയാണ് ഇവിടെ കിട്ടണത്. അതൊക്കെ അങ്ങനെ തന്നെയാണ്. സോ പറഞ്ഞേ ഉള്ളൂ. സോ ദെൻ പിന്നെ മക്കളെ ഇവിടെ ചിലപ്പോ ഇനിയിപ്പോ ഇത് കിട്ടി, ഇനിയിപ്പോ ഇവിടെ ഉള്ള ഓഡ് നമ്പർ x അതിന് മുന്നത്തെ എന്തേക്കാരം x -2 അല്ലേ വരിക. ഇങ്ങനെയും ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് ഉത്തരം 19 21 കിട്ടും. 21 2 വർഷം 19 കിട്ടും. എന്തായാലും ഉത്തരം 19 21 ഓക്കെ ആണല്ലോ. സോ ദെൻ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനാ. ഇത് നിങ്ങൾ പഠിച്ചു പോയാൽ എക്സാമിന് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു, ആ മാത്സിലത്തെ ഷാദിൽ സാർ ഇത് പറഞ്ഞല്ലോ, അതൊന്ന് ഞാൻ ആ ക്ലാസ് കണ്ടുകൊണ്ട് അൽഹംദുലില്ലാ ഹൈർ. സോ ദെൻ ഈ ഹൈർ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഹൈറും ബർക്കത്തും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാപ്റ്ററിലെ ഈ ഒരു സാധനം കേട്ടോ. പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ. എങ്കയാ റെക്ടാങ്കിൾ? എന്താടാ റെക്ടാങ്കിൾ? എന്താടാ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താടാ? അയ്യോ ഇതല്ലേടാ റെക്ടാങ്കിൾ. ഈ റെക്ടാങ്കിളിന് ഇത് ലെങ്ത് അല്ലേ, ഇതും ലെങ്ത് അല്ലേടാ, ഇത് ബ്രെഡ്ത്ത് അല്ലേ, ഇതും ബ്രെഡ്ത്ത് അല്ലേടാ. എന്താടാ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ് ഒക്കെ പട കൂട്ടല്ലേ. എത്ര ലെങ്ത് പിന്നെ എത്ര ബ്രെഡ്ത്ത്? 2 ബ്രെഡ്ത്ത്. അഥവാ 2 ലെങ്ത്തും 2 ബ്രെഡ്ത്തും കൂട്ടിയാലാണ് എന്ത് കിട്ടുക? പെരിമീറ്റർ. ചുറ്റളവ് കിട്ടുക. ചുറ്റളവ് പെരിമീറ്റർ. ആ പെരിമീറ്റർ എത്ര എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണം 120. ഇവിടെ ഇക്വേഷൻ ഒക്കെ ഇരട്ട സംഖ്യകളല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയടാ. ഇവിടെ ഈ 2 ഇല്ലേ, ഞാൻ ഇപ്പൊ ഇക്വേഷനെ കൊണ്ട് 2 × L + B ഇത് എന്താ ഇതാത്തതെന്നറിയോ? ഇത് വെറുതെ നിങ്ങൾ കാണാതെ ചിഹ്നക്കാട്ടും നല്ലത്. നിങ്ങൾ ഇത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ലെങ്ത് ബ്രെഡ്ത്ത്, നീളം വീതി, 2 നീളം 2 വീതി. നന്ദി ഉണ്ട്. സോ 2 നീളം 2 വീതിയും കൂട്ടിയ 120 ആണോ അല്ലേ? സോ 1 നീളവും 1 വീതിയും കൂട്ടി എന്റെ മക്കൾ പറഞ്ഞാണ് ഇത് പകുതിയല്ലേ വരിക. ഇക്വേഷൻ നിൽക്കൊന്ന് പകുതി നോക്കി. 2 Lന്റെ പകുതി 1 L, 2 Bന്റെ പകുതി 1 B, 120ന്റെ പകുതി 60. ടോപ്പ് ഇക്വേഷൻ. സോ ക്വസ്റ്റ്യൻ നോക്കിക്കോളി. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്താ? അതല്ലേടാ പച്ച മലയാളത്തിൽ നമ്മൾ പറഞ്ഞത് 60 ആണെന്നുള്ളത്. കണ്ട് തിരിഞ്ഞില്ലേ? സോ ഇവിടെ 60 എഴുതി കൊടുക്കട്ടോ. നീളം വീതിയും കൂട്ടിയാല് തന്നിരിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഒരു രണ്ടാംകൃതി സമവാക്യം രൂപീകരിക്കുക. നോക്കിക്കോ. ഇപ്പൊ ലെങ്ത് ആണ് നീളം, ബ്രെഡ്ത്ത് വീതി. ഇത് രണ്ടും കൂട്ടിയപ്പോ 60 ആണെന്ന് കിട്ടി. ആണോ അല്ലേ? ഇതിൽ ഏതെങ്കിലും ഒരു സാധനത്തിന് ഞാൻ x എന്ന് വിളിക്കട്ടെ. ഞാൻ ലെങ്ത്തിന് x എന്ന് വിളിക്കട്ടെ. ലെങ്ത് = x. ഓക്കെ, എന്തായിരിക്കും ബ്രെഡ്ത്ത് വരിക? ഞാൻ ഈ ലെങ്തിനെ ഞാൻ x എന്ന് വിളിക്കട്ടെ. അപ്പൊ എന്താ ലെങ്തിലോട് x എന്ന് പറഞ്ഞാൽ എന്താ വരിക? x + b = 60. ലെങ്ത് x ആണ്. ഈ x അങ്ങോട്ട് ചാടി എന്താ സംഭവിക്കാം? +b ബ്രെഡ്ത്ത് = 60 + x. ഇത് വെറും x ആണ്, പ്ലസ് x ആണ്. പ്ലസ് x അങ്ങോട്ട് ചാടിയാൽ -x ആയില്ലേ? ആണോ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇപ്പൊ ഇതിപ്പോ ഒരു സാധനം. ഇതിന് രണ്ടിനും പാടെ 100 റുപ്യ, ഇതിന് 20 റുപ്യ. അപ്പൊ ഇതിന് എത്ര റുപ്യ? ടോട്ടൽ 100 അല്ലേ? 100ന്ന് 20 ഒഴിവാക്കിയാ പോരെ. അപ്പൊ ഇതിന്റെ വില 80 റുപ്യ. അതേപോലെ തന്നെ രണ്ടും കൂടി കൂട്ടിയ 60. ഇതിലെ ലെങ്ത് x ആണ്.
ഇവിടെ അടുത്ത് എന്തേക്കാരം 60 ടോട്ടൽ 60 എക്സിനോട് ഒഴിവാക്കുക. അപ്പൊ ഇവിടെ അടുത്ത ഡീല് 60 മൈനസ് എക്സ്. സോ ദെൻ ലെങ്ത് എക്സ് ആണെങ്കിൽ ഇവിടെ അടുത്ത് എന്തായിരിക്കും 60 മൈനസ് എക്സ്. ഇങ്ങനെ ഒരു ചോദ്യം ആയിരിക്കും അവിടെ നിന്ന് ഉണ്ടാകുക ഏതായാലും നോക്കിക്കോ. സോ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഇവിടെ അടുത്ത് ലെങ്ത് കാണാൻ ലെങ്ത് കിട്ടി, ഇവിടെ അടുത്തും കിട്ടി. ഇത് ഇവിടെ നോട്ടോ ആവശ്യമുണ്ട്, വന്ന വഴി മറക്കാതെക്കുള്ള പരിപാടിയാണത്. സോ ദെൻ ലെങ്ത്തും കിട്ടി, ഇവിടെ അടുത്തും കിട്ടി. എന്താടാ അടുത്ത ക്വസ്റ്റ്യനിൽ അടുത്ത സാധനത്തിൽ പറഞ്ഞത് ഇറ്റ്സ് ഏരിയ. എന്താടാ ഒരു റെക്ടാംഗിളിന്റെ ഏരിയ? റെക്ടാംഗിളിന്റെ ഏരിയ അറിയാത്ത കുട്ടികളൊന്നും ഇല്ലല്ലോ. നീളം ഇൻറ്റു വീതിയാണ് ലെങ്ത്തിന്റെ ഇവിടെ അടുത്ത്. അഥവാ റെക്ടാംഗിളിന്റെ ഏരിയ ഒരു ക്വസ്റ്റ്യനിൽ തന്നിക്കണ്. ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ് 896. ഇവിടുത്തെ ഏരിയ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതാണ് എത്ര? 896. ഓക്കെ, ലെങ്ത് എന്താ അവിടെ ഞാൻ വിളിച്ചേ? എക്സ് അല്ലേ, ഇൻറ്റു ബ്രെഡ്ത്ത് എന്താ? 60 മൈനസ് എക്സ് അല്ലേ, അതല്ലേ 890. വേറൊരു മെത്തേഡും കൂടി ഉണ്ട്, മറ്റേ 30 പ്ലസ് എക്സ് 30 മൈനസ് എക്സ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് കരുതിയിട്ടാണ്. ആ ഒരു മെത്തേഡ് ഒന്നുകൂടി സിമ്പിൾ ആണ്, പക്ഷേ കുറേ അധികം കാര്യങ്ങൾ അതിൽ പറഞ്ഞു തരേണ്ടി വരും നിങ്ങൾക്ക്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 4-5 സ്റ്റെപ്പിലേക്ക് കിട്ടും. ഇനിയിപ്പോൾ അത് അറിയണം അത്ര നിർബന്ധമുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താട്ടെ, യു ക്യാൻ കോൺടാക്ട് മീ ഓൺ മാത്സ്ഡോന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഈ ഒരു നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. സോ ദേ ഇനിയിപ്പോൾ മാത്സ്ഡോന്റെ ഫ്രീ ഡൗട്ട് ക്ലിയറൻസിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് വേണമെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ ഈ നമ്പറിലേക്ക് മാത്സ്ഡോ പറ്റുകയാണെങ്കിൽ SSLC എന്നും കൂടി ഒന്നും തട്ടിയാൽ മതി, ഇതാക്കിയാൽ മതി. 9ാം ക്ലാസ്സിലെ ഏതെങ്കിലും അനിയന്മാരോ ഉണ്ടെങ്കിൽ മാത്സ്ഡോ 9th നിട്ടാലും ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേ കേട്ടോ. ഫ്രീ ആയിട്ട് എല്ലാ വിഷയത്തിൻ്റെയും സാറുമാർ ഇങ്ങനെ ഉണ്ടല്ലോ, ഫ്രീ ആയിട്ട് ഡൗട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്ത് തരും. പൈസ ഒന്നും വേണ്ട, ഇറ്റ്സ് ടോട്ടലി ഫ്രീ. നിങ്ങൾക്ക് ഫുൾ A+ കിട്ടുന്ന സമയത്ത് നിങ്ങൾ പറയണം അതിലൊരു A+ എങ്കിലും മാത്സ്ഡോ ഞാൻ കണ്ടത് കൊണ്ടാണ് ഇത് കിട്ടണത്. അന്നത്തെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷം വന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ കുറേയധികം കുട്ടികൾ നല്ല ഫീഡ്ബാക്കുകൾ പറഞ്ഞു, നല്ല റിവ്യൂകൾ പറഞ്ഞു. അന്നൊക്കെ കിട്ടിയൊരു സാധനമുണ്ട്, 2 മാസം കൊണ്ട് ഒരാൾ പടുത്തിർത്തി, അല്ലെങ്കിൽ ഒരു ടീം, ഒരു 3-4 ആൾക്കാരടങ്ങുന്ന ഒരു ടീം പടുത്തിർത്തിയൊരു സാധനത്തിനെ ഇത്രയും കുട്ടികളെ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ, ഞാനപ്പോൾ ആ കുട്ടികളെ മുന്നിൽ നിന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ഫാദർ അവിടെ ഉണ്ടായിരുന്നു ആ ഒരു വേദിയിൽ. ആ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യാൻ ഫാദർ ഉണ്ടായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നതാണ്. കുറേയധികം ഇഷ്യൂസ് ഉണ്ടെന്ന്, കറണ്ടിൻ്റെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ പ്രൊജക്ടർ ഉണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സിന്. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഫാദറോട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വെറും 2 മാസം മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ് തുടങ്ങിയ സാധനത്തുമ്മേ ഇത്രയും കുട്ടികൾ ഒരുമിച്ചിരുത്തി ഒരു ഓഫ്ലൈൻ ക്യാമ്പ് സ്വന്തം പിതാവിൻ്റെ അല്ലെങ്കിൽ സ്വന്തം വാപ്പാൻ്റെ മുന്നിൽ വെച്ച് ഞാൻ നിങ്ങളോട് ഹലോ മക്കളെ വെൽക്കം ടു മാത്സ്ഡോ എന്ന് പറയുന്ന ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു കിക്ക് ഭയങ്കര, എന്താ പറയുക, പ്രൗഡ് സൺ എന്ന് പറയില്ലേ. സോ ഇതന്നെയാണ് നിങ്ങളും ആവശ്യം. നിങ്ങളെ ആ റിസൾട്ട് കിട്ടി, ഫുൾ A+ കിട്ടിയത് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ രക്ഷപ്പെട്ടു. ഫുൾ A+ കിട്ടിയില്ല എഴുതി കണ്ട് രക്ഷപ്പെട്ടില്ല എന്നല്ല, പക്ഷേ മാക്സിമം നിങ്ങൾ ശ്രമിക്കേണ്ട കാര്യം ടു മേക്ക് യുവർ പാരൻസ് പ്രൗഡ്. ഇമ്മ കുടുംബശ്രീ പോയി പറയണെന്ത്, ഇഞ്ച മോക്ക് ഫുൾ A+, ഓളെത്ര പഠിപ്പിയോടെ എല്ലാം അറിയണം. എന്നിട്ട് ഉമ്മാൻ്റെ നിർത്തണ്ട് പോരാളിന്റെ ആ 20 ആൾക്കാർ ഒരു കുടുംബശ്രീയിൽ ഉണ്ടാകാം, ബാക്കി 19 ആൾക്കാരും തൊള്ളങ്ങനെ തുറന്ന് നോക്കണ ആ ഒരു മൊമെന്റ് ഉണ്ട്. അതിനും വേണ്ടിയാണ് അവർ ജീവിച്ചത്. വാപ്പ പറയും, വാപ്പ ചിലപ്പോൾ ഞാനൊക്കെ ഇത് തുടങ്ങിയ സമയത്ത് വാപ്പാക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ കുട്ടികൾ കയറുന്നുണ്ട്, അങ്ങനെ ഇതൊക്കെ ഞാൻ മെസ്സേജസ് ആയിട്ട് ഇട്ട് കൊടുക്കും. ഞാൻ കോഴിക്കോടൊക്കെ ടൈമിൽ പരിയില്ല, അപ്പോൾ ആ സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കും. പറയും വാപ്പ ഒരു മറ്റേ റോസാപ്പൂവിന്റെ സ്റ്റിക്കർ ഉണ്ട്, മാഷാ അല്ലാഹ്, ഇങ്ങനെ ഇത് മാത്രം മാഷാള്ളന്റെ സ്റ്റിക്കർ ഇട്ട് തരും. അപ്പോൾ ഓലിക്ക് മാഷാള്ളന്റെ സ്റ്റിക്കർ ഇട്ട് എഴുതി കണ്ട്, അല്ലെങ്കിൽ ഓല് അതും നിങ്ങൾക്ക് അധികം റിയാക്ഷൻ തരുന്നില്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിയാക്ഷൻ തരുന്നില്ല എഴുതി കണ്ട് ഒരിക്കലും അത് ഇതാക്കരുത്. ഓലും ഭയങ്കര പ്രൗഢായി കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വാപ്പാര് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തുറന്നിങ്ങനെ നിങ്ങളുടെ മുന്നിൽ അങ്ങനെ പ്രകടിപ്പിക്കണം എന്നില്ല, ഭയങ്കര പ്രൗഢായി കാര്യങ്ങൾ അതേ വേണ്ടിയുള്ളൂ. സോ അതിനാണ് ശ്രമിക്കേണ്ടത്, അതിനാണ് മാത്സ്ഡോയും ഒപ്പമുള്ളത്. അപ്പം അങ്ങനെ ആ ഒരു ഇമോഷൻ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. ഇൻഷാ അല്ലാഹ് പറ്റും, എല്ലാവർക്കും ഫുൾ A+ കിട്ടട്ടെ. സോ ദെൻ x × 60x മൈനസ് x × x സ്ക്വയർ = 896. ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എടാ എക്സ് സ്ക്വയർ മുന്നിലല്ലേ വരല്, നെഗറ്റീവ് ഉണ്ടാവില്ലല്ലോ, ഭയങ്കര സങ്കടമായില്ലേ. അതിനൊരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. ഇത് മൈനസ് കൊണ്ട് ഇക്വേഷൻ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യണമെന്നല്ല. 5 × 3 കുറച്ചാൽ എത്രയാണ് മക്കളെ? 2 അല്ലേ, ഉറപ്പല്ലേ? അപ്പൊ 3 × 5 കുറച്ചാൽ എന്തുകൊണ്ട് 5 × 3 കുറച്ചപ്പോൾ 2 ആയത്? ഇത് വലുതാണ്, ഇത് ചെറുതാണ് അല്ലേ. സോ 3 × 5 കുറച്ചാൽ എത്ര കാര്യം വരിക? -2.
അതെന്തുകൊണ്ട്? അത് ചെറുതാണ്, ഇത് വലുതാണ്. അപ്പൊ വലുതെന്ന് ചെറുത് കുറച്ചാൽ പ്ലസും, ചെറുതെന്ന് വലുത് കുറച്ചാൽ അതിന്റെ നേരെ നെഗറ്റീവ് വരും, ആണോ അല്ലേ? അപ്പൊ 60x എക്സ് സ്ക്വയർ കുറച്ചപ്പോൾ ഇത് പോസിറ്റീവ് അല്ലേ? ദാറ്റ് മീൻസ് ഇത് വലിയ നമ്പറാണ്, ഇത് ചെറിയ നമ്പറാണ്. അപ്പൊ തിരിച്ചു കുറച്ച് നോക്കി, തിരിച്ച് ചെയ്ത് നോക്കി. എക്സ് സ്ക്വയറിന് 60x വർക്ക്. അപ്പൊ ഇതാണ് വലുത്, ഇത് ചെറുത്, അല്ല ഇത് ചെറുത്, ഇത് വലുത്. അപ്പൊ ചെറുതെന്ന് വലുത് കുറച്ച് ഓട്ടോമാറ്റിക്കലി ഉത്തരത്തിന്റെ ചിഹ്നവും മാറും. ഉത്തരം 896 എന്നുള്ളടത്ത് എന്ത് വരുവാടാ? -896 എന്ന് വരില്ലേ? ഇനി നിങ്ങൾ എന്താ അടിക്കോളും? സ്ക്വയർ കംപ്ലീഷൻ. എക്സ് സ്ക്വയർ ഞാൻ ചെയ്തു പോവാണ്. 60x പ്ലസ് 60ന്റെ പകുതി 30ന്റെ സ്ക്വയർ ഈക്വൽ ടു -896 പ്ലസ് 30ന്റെ സ്ക്വയർ, ആണോ അല്ലേ? ഇതിപ്പോ തന്നെ ഞാൻ ചെയ്തുതരാം. -896 പ്ലസ് 30ന്റെ സ്ക്വയർ 900. എങ്ങനെ നിങ്ങൾ ചെയ്യാറുള്ളത്? ഞാനൊക്കെ ചെയ്യാറുള്ളത് 896 കളഞ്ഞു പോയി, എന്നിട്ട് 900 കിട്ടി. 896 കളഞ്ഞു പോയി. ഇനി ഞാൻ തപ്പിയപ്പോ സമയത്ത് 896 കിട്ടിയില്ല, പക്ഷെ ഒരു 900 കിട്ടി. 4 റുപ്യ ലാഭമാണ്. അങ്ങനെ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരാളെ ചിഹ്നം മൈനസും ഒരാളെ ചിഹ്നം പ്ലസും ആണെങ്കിൽ, ഒരാളെ ചിഹ്നം മൈനസും ഒരാളെ ചിഹ്നം പ്ലസ് ആണെങ്കിൽ ഒരു ട്രിക്ക് പഠിച്ചു. മാങ്ങപറി ചെള്ളിക്കുത്ത് മാങ്ങപറി മാങ്ങപറി ചെള്ളിക്കുത്ത് മാങ്ങപറി, അഥവാ വലുതിൽ നിന്ന് ചെറുത് കുറക്കുക വലുതിന്റെ ചിഹ്നം. അങ്ങനെ വലുതിൽ നിന്ന് ചെറുത് കുറക്കുക വലുതിന്റെ ചിഹ്നം. സുധൻ, വലുതെത്ര? 900. ചെറുതെത്ര? 896. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 900 4. ഇനി വലുതിന്റെ ചിഹ്നം, വലുതാരാ? 900 അല്ല, ഇതിന്റെ ചിഹ്നം എന്താ? പ്ലസ്. മുന്നിലുള്ളതാണ് ചിഹ്നം, മുകളിലുള്ളതല്ല. സുധൻ +4. ഇവിടെ എന്താ വരിക? ഇത് മറ്റേ സാധനല്ലേടാ, മണ്ടക്ക് സ്ക്വയർ എടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും നിർത്തിയേക്കല്ലോ, ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഹോൾ സ്ക്വയർ. ചിഹ്നം എന്താ വരിക? മണ്ടക്ക് സ്ക്വയർ ഇല്ലാത്തവന്റെ ചിഹ്നം മൈനസ് ആട്ടോ. അത് ക്വസ്റ്റ്യൻ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, ഇത് പോക്ക് മൈനസ് കാണുന്നുള്ളത്. സോ മൈനസ് മറക്കരുത്, ഇത് ആദ്യമായിട്ട് മൈനസ് വരുന്നത്. സുധൻ, സ്ക്വയർ അങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ x-30 √4. 4ന്റെ റൂട്ട് എത്രയാടാ? 2 മാത്രമല്ലല്ലോ, +or-2 അല്ലേ? അത് എപ്പോഴും ആലോചിച്ചേ. x-30 ഞാൻ ഇവിടെ ചെയ്യാം ബാക്കി കേട്ടോ. അയ്യോ വേണ്ട, ഇവിടെ ചെയ്യാം. അവിടെ ചിലപ്പോൾ ഞാനേ കാര്യം ഇരിക്കണ്ട, ഒന്നും കാണൂല. നോക്കിക്കോ, പ്രോ എഡിറ്റർ ആയതുകൊണ്ട് ഞാൻ തന്നെയാണ് എഡിറ്റിംഗ്. +2 ഉണ്ട്. ഈ 30 അങ്ങോട്ട് -30 അങ്ങോട്ട് പോയാൽ എന്തായി? +30 എന്നായില്ലേ? സോ ഇവിടെ നിന്ന് 2 ആയിട്ട് തിരിക്കാം. x +2 +30. ഇവിടെ x -2 -2 +30. +2 +30 ആണ് 32. ഇവിടെ ചെയ്യാം അല്ലേ? x -30 അങ്ങോട്ട് പോയാൽ +or-2 +30 വരും. -30 അങ്ങോട്ട് പോയി. അപ്പൊ ഇത് രണ്ടെണ്ണാക്ക്. x +2 +30. x രണ്ടിന്റെ ചിഹ്നത്തിൽ മാത്രമേ വ്യതിചലനങ്ങൾ വരുള്ളൂ. 2 30 കൂട്ടി 32. ഇവിടെ ഒരാളെ ചിഹ്നം മൈനസും അല്ല, ഒരാളെ ചിഹ്നം പ്ലസ് ഒരാളെ ചിഹ്നം മൈനസ്. മാങ്ങപറി ചെള്ളിക്കുത്ത് മാങ്ങപറി. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ വലുത് 30, ചെറുത് 2. സോ 30 2 വർഷം 28. അതിന്റെ ചിഹ്നം വലുതിന്റെ ചിഹ്നം പ്ലസ് 28 28. സോ ആൻസർ ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവും. x 32 കൊടുക്കാം, 28 കൊടുക്കാം. പക്ഷേ ഞാനൊരു ഒരു വെറുതെ ഒരു ഐഡിയ പറഞ്ഞു തരികയാണ്. ഇത് വേണമെങ്കിൽ എടുത്താൽ മതി, ഞാൻ പറഞ്ഞേ ഉള്ളൂ. സുധ അല്ലെ വേണ്ട, ആ സാധനം വന്ന വഴി മറക്കരുതല്ലോ. ലെങ്തിനല്ലേ നമ്മൾ x എന്ന് വിളിച്ച്? ലെങ്തിനല്ലേ നമ്മൾ x എന്ന് വിളിച്ച്? ഇവിടെ അടുത്ത് എന്താ വന്നത്? 60 - x അല്ലേ? ലെങ്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ട്രയാങ്കിൾ റെക്ടാങ്കിളിന്റെ വലിയ സൈഡ് അല്ലേ വരില്ലേ? അപ്പോൾ ഇതിൽ x ആയിട്ട് വരുന്ന വലിയ സൈഡ് 28 ആണോ 32 ആണോ? 32 എടുക്കാം. അപ്പൊ 32 എടുത്താൽ ഇവിടെ അടുത്ത് എന്താ വരികയെന്നറിയോ? 60 32 കുറച്ചാൽ മതി. 60 - x എന്താ? 32 28 ആയി. കണ്ടോ? ദൈവത്തിനല്ലേ വന്ന് അത്രേ ഉള്ളൂ. ഇനിയിപ്പോ x മാറ്റി കൊടുക്കുക, അത് എഴുതി കണ്ടോ. ആരും ഭൂലോക പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോണില്ല, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സോ ദെൻ വി ആർ ഗോയിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് എന്ത് ടോപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്? ഇതടാ മറ്റേ സാധനം, മറ്റേ ഇതില്ലേ സ്ക്വയർ. ഒരു സ്ക്വയറിന്റെ സൈഡ്സ് നമ്മൾ എന്താ വിളിക്കുക? ഒരു സൈഡ്, എല്ലാ സൈഡ് ഈക്വൽ ആണ്. ഒരു സൈഡ് എ ആണെങ്കിൽ എല്ലാ സൈഡും തന്നെയാണ് എ, എല്ലാ സൈഡ് ഈക്വൽ. അതേപോലെ തന്നെ സ്ക്വയറിന്റെ അപ്പൊ പെരിമീറ്റർ എന്തായിരിക്കും? ചുറ്റളവ്, ചുറ്റുള്ള അളവ് എത്ര? 4a. ഏരിയ പേര് തന്നെ ഉണ്ട്, പരപ്പളവ് a² ഉണ്ടോ? സമയദൂരത്തിന്റെ പരപ്പളവ് സമയദൂരത്തിന്റെ വശത്തിന്റെ സ്ക്വയർ ആയിരിക്കും, അഥവാ വശം 10 ആണെങ്കിൽ 10ന്റെ സ്ക്വയർ 100 ആയിരിക്കും ഏരിയ, പരപ്പളവ്. സോ ദെൻ ദ സം ഓഫ് പെരിമീറ്റർ ആൻഡ് ഏരിയ, അഥവാ ഏരിയന്റെയും പെരിമീറ്ററിന്റെ അല്ലെങ്കിൽ പരപ്പളവിന്റെയും ചുറ്റളവിന്റെയും അത് രണ്ടും കൂട്ടി, അഥവാ തുക, അഥവാ ചുറ്റളവും പരപ്പളവും കൂട്ടി ചുറ്റളവും കൂട്ടി
ചുറ്റളവും കൂട്ടി. അപ്പൊ 221 കിട്ടി. അല്ലെങ്കിൽ ഏരിയയും കൂട്ടി പെരിമീറ്ററും കൂട്ടി. അപ്പൊ 221 കിട്ടി. തിരിച്ചു ചെയ്തോ. ഞാൻ പിന്നെ ഇതാണ് നല്ലത്. പരപ്പളവ് ഏരിയ എന്താ A² പ്ലസ് ചുറ്റളവ് എന്താ 4A. ഇത് എത്രയല്ലേ 221. എടാ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? സ്ക്വയർ കംപ്ലീഷൻ. കാരണം എന്താ, നിങ്ങൾ ഇങ്ങനെ ഒരു സാധനമാണെങ്കിൽ നിങ്ങൾ ചെയ്യൂലേ? ഞാൻ x² പ്ലസ് 4x = 221 ആണെങ്കിൽ ഇപ്പൊ ഇവിടെ എന്താ വ്യത്യാസം? ശശി എന്നുള്ള പേര് മാറ്റി ഇപ്പൊ പുതിയ പേരെന്താ? സോമൻ. അത്രല്ലേ വ്യത്യാസമുള്ളൂ. ശശി എന്നുള്ള പേര് മാറ്റി പുതിയ പേരെന്താ? സോമൻ. അഥവാ എക്സിന് പനിയായത് കൊണ്ട് എക്സ് അനിയനെ വിട്ടു. എക്സിന്റെ പകരം എ. എന്തായാലും നിങ്ങൾക്ക് അറിയില്ലല്ലോ. സുധൻ ഇതേ സാധനം തന്നെയാണത്. ഒന്നുമില്ല, പേര് മാറ്റിയെന്നുള്ളൂ. A² പ്ലസ് 4A. എക്സിന്റെ പകരം എ വന്നു, ഇത്രേ ഉള്ളൂ. സ്ക്വയർ കംപ്ലീഷൻ ചെയ്താണ് എന്താ വരിക? എന്താ കൂട്ടേണ്ടി വരിക? 221 പ്ലസ് ഞങ്ങൾ എക്സ് കണ്ടാൽ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 4ന്റെ പൊതി 2, 2ന്റെ സ്ക്വയർ, ഇവിടെ 2ന്റെ സ്ക്വയർ. ഇത് ചെയ്തു കേട്ടോ, കിട്ടും ആൻസർ. സോ ദെൻ വി ആർ ഗോയിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാംഗിൾ ഈസ് 6 സെന്റിമീറ്റർ. ഇതിന്റെ ആൻസർ പറഞ്ഞ ആവശ്യമില്ല കേട്ടോ. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉഷാറായി, അടിപൊളിയായിട്ട് ടോപ്പായി, ഫുൾ A+ ആയി. സോ ദെൻ വൺ ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാംഗിൾ ഈസ് 6 സെന്റിമീറ്റർ ആൻഡ് ലോങ്ങർ 6 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദി അതർ ആൻഡ് ഏരിയ. അത്രേ ഉള്ളൂ. ഒരു റൈറ്റ് ട്രയാംഗിൾ ഉണ്ട്. ഞാനിത് കുറെ വായിച്ചാൽ നിങ്ങൾക്ക് ആകെപ്പാടെ ടെൻഷൻ ആവും. അപ്പൊ ഞാൻ ഇത് വരച്ചുതരാം. ഒരു റൈറ്റ് ട്രയാംഗിൾ ഉണ്ട്. ഈ റൈറ്റ് ട്രയാംഗിളിന്റെ ഒരു ആംഗിൾ 90 ആണ്. ആണോ അല്ലേ? സോ ഇതിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് പറയുമ്പോൾ ഈ സൈഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡാണ് ഇത്. ഇതാണ് ബേസ്, ഇതാണ് ആൾട്ടിറ്റ്യൂഡ്, ഇതാണ് ഹൈപ്പോട്ടന്യൂസ്. പെർപെൻഡിക്കുലർ സൈഡ്സ് എന്നത് രണ്ടുമാണ്. 90 ഡിഗ്രി. പെർപെൻഡിക്കുലർ 90 ഡിഗ്രി. സോ ഒരു പെർപെൻഡിക്കുലർ സൈഡ് മറ്റേതിനേക്കാൾ 6 സെന്റിമീറ്റർ ലോങ്ങർ ആണ്. അഥവാ വൺ ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് റൈറ്റ് ട്രയാംഗിൾ ഈസ് 6 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദി അതർ. ഒന്നപ്പോ എക്സ് ആണെങ്കിൽ മറ്റേത് എന്തേ കാര്യങ്ങൾ ആലോചിച്ചൂടെ? ഒന്ന് എക്സ് ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? അതിനേക്കാൾ 6 കൂടുതൽ, x + 6. ആണോ അല്ലേ? സോ എടാ ഇവിടെ ഇതാണ് ബേസ്, ഇതാണ് ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡിനെ തന്നെയാണ് നമ്മൾ എന്തും വിളിക്കുക? ഹൈറ്റ് എന്ന് വിളിക്കട്ടോ. ഹൈറ്റ് ഇവിടുത്തെ എച്ച് അതല്ലാതെ ഹൈപ്പോട്ടന്യൂസിന്റെ എച്ച് ആണ്. ഇത് ആൾട്ടിറ്റ്യൂഡ് എന്ന ഹൈറ്റ് തന്നെയാണ്. ഈ ട്രയാംഗിളിന്റെ ഹൈറ്റ് എന്താ? ഹൈറ്റിന്റെ നേരത്തെ മൂല്യം താഴെ വരെയുള്ള നേരെയുള്ള ഹൈറ്റ്. സാധാരണ ട്രയാംഗിൾ അത് ഉള്ളിലുണ്ടാവില്ലേ? സാധാരണ ട്രയാംഗിൾ ആണെങ്കിൽ ഉള്ളിലുണ്ടാവില്ല. ഇത് ഉള്ളിലല്ല, നേരെ ഇവിടെ തന്നെ ഉണ്ട്. ഈ സൈഡ് തന്നെയാണ് കേട്ടോ അതിന്റെ ഹൈറ്റ്. മറക്കണ്ട. എന്താണ് ഒരു ട്രയാംഗിളിന്റെ ഏരിയ? ഹാഫ് BH അല്ലേ? സോ ഹാഫ്, അത് ഏരിയ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഏരിയ 56 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഹാഫ് BH 56 ആണെങ്കിൽ പറയാൻ പറ്റുമോ ഫുൾ BH എന്താന്നുള്ളത്? ഏരിയ തന്നിക്കണ് 56. ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് BH അല്ലേ? എടാ ഈ /2 ഇങ്ങോട്ട് വന്നാൽ എന്താ സംഭവിക്കുക? ഇവിടെ എന്ത് വരും? 1 BH എന്ന് വരും. = 56 /2 ഇങ്ങോട്ട് ചാടിയ × 2 എന്നായി. എടാ 1 BH എന്ത് തന്നെയാണ്? BH തന്നെയാണ്. ഒന്നുകൊണ്ട് ഗുണിച്ചിട്ട് കാര്യമില്ല. 56 × 2 112. ആണോ അല്ലേ? BH 112 ആണ്. ബേസ് എന്താ ഇവിടെ? x അല്ലേ? ബേസ് x ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് അല്ലേടാ മക്കളെ? അത് എത്ര? അതിനേക്കാൾ 6 കൂടുതലാണ്. x + 6 = 112. ചെയ്യണോ? x/x x² + x × 6 6x = 112. സോ എന്താ വരിക? x² + 6x + ഡാഷ് = 112 + ഡാഷ്. ആരാണ് ഡാഷ് മോറൻ? 6ന്റെ പകുതി 3ന്റെ സ്ക്വയർ, ഇവിടെ 3ന്റെ സ്ക്വയർ, ദാറ്റ് = 112 + 9 ദാറ്റ് = 121. then x + 3 ഹോൾ സ്ക്വയർ അല്ലേ? ഇത് കാണോ അല്ലേ? ഇതാ ഈ ചന്നണ്ട് ചങ്ങായിമാർ ഇവിടെയും വരും, ഈ ചിഹ്നം ഇവിടെയും വരും. ടോപ്പ് സ്ക്വയർ അങ്ങോട്ട് തട്ടുക. x + 3 = √121. ഞാൻ പിന്നെ വേണമെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇതര റെക്ടാംഗിളിന്റെ സൈഡ്സ് അല്ല. ആരെങ്കിലും സൈഡൊക്കെ നെഗറ്റീവ് പറയോ? ഇതിന്റെ നീളം -5 സെന്റിമീറ്റർ ആണെന്ന് പറയില്ല. അപ്പൊ നീളം നെഗറ്റീവ് ഒന്നും പറയാത്തതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് എടുക്കണമെന്നൊന്നുമില്ല. ഒറ്റയടിക്കാൻ തട്ടിയാൽ മതി. 124 സ്ക്വയർ 11ന്റെ. സോ x + 3 ഇങ്ങനെ എടുത്താലും മതി. ഞാൻ പറഞ്ഞേ, മറ്റേതൊക്കെ അറിയാമെന്ന് പ്രതീക്ഷിക്കണം. +or - 11 എടുക്കണേ. ഇവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം എടുത്തില്ല. +13 അങ്ങോട്ട് പോയാൽ -3. സോ ഇവിടെ എത്ര കിട്ടും? x കിട്ടിയ ആരെ മറക്കരുത്, വന്ന വഴി മറക്കരുത്. ആരുടെ x വിളിച്ച? ബേസിനല്ലേ? സോ ബേസ് ആണ് ഇവിടെ x. 8. അപ്പൊ ആൾട്ടിറ്റ്യൂഡോ? ആൾട്ടിറ്റ്യൂഡ് പെർപെൻഡിക്കുലർ സൈഡ് അതിനെക്കാട്ടിൽ 6 കൂടുതൽ, x + 6. സോ x + 6. സോ 8നേക്കാൾ 6 കൂടി പറഞ്ഞാൽ 14. ടോപ്പ് സെന്റിമീറ്റർ. സോ അടുത്ത് ഈ ക്വസ്റ്റ്യൻ കണ്ട അരിത്മെറ്റിക് സീക്വൻസ് ആണ് തോന്നും. പക്ഷേ നിങ്ങളെ പാളിച്ചാണ്. അരിത്മെറ്റിക് സീക്വൻസ് എന്നല്ല, ഇത് സമ്മിന്റെ ഫസ്റ്റ് n ടേംസിന്റെ സം അഥവാ SNന്റെ ആൾജിബ്രായിക് ഫോം ആണ്. d/2 n² + f - d/2 × n. അറിയാന്ന് പ്രതീക്ഷിക്കണം. സമ്മിന്റെ സം ഇവിടെ തന്നിക്കണ്.
2n² plus 3. എന്താ സമ്മിന്റെ ആൾജിബ്രായിക് ഫോം? d/2 n² plus f minus d/2 into n. ഇത് സമ്മിന്റെ ആൾജിബ്രായിക് ഫോം. ഇതേപോലത്തെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അരിത്മെറ്റിക് സീക്വൻസ് നേരെ സെക്കൻഡ് ഡിഗ്രിക്ക് ചേർന്നെ എത്ര ടേംസ് കൂട്ടിയാൽ 324 കിട്ടും എന്നുള്ള ചോദ്യം. സമ്മ് തരും n കാണാനുള്ള ക്വസ്റ്റ്യൻ. അതൊക്കെ ഈ ഒരു ഇക്വേഷൻ ആണ്. മറ്റേ ഇക്വേഷൻ ഒക്കെ ഉണ്ട്, n/2 into x1 plus xn. ഇതെവിടേക്ക് വരികയെന്നറിയോ? ഇത് പ്രൂഫില്ലേ, സമ്മുമായിട്ട് ബന്ധപ്പെട്ട പ്രൂഫിൽ ഇതാണ് ഇടുക ആൾജിബ്രായിക് ഫോം. ഇതേമാതിരി സെക്കൻഡ് ഡിഗ്രിക്ക് ചാടുന്ന ഇക്വേഷൻസിൽ ബാക്കിയുള്ളതൊക്കെ n/2 into x1 plus xn ഇടാം. സോ ഇവിടെ നോക്കിക്കുക, രണ്ട് സെയിം ഇക്വേഷൻസ് ഒക്കെ തന്നെയാണ്. എത്തി കഴിഞ്ഞാൽ തിരിച്ച് ലാസ്റ്റ് ഒന്ന് തന്നെയാണ് എത്തുന്നത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് Sn is equal to 2n² plus 3n ആണ്. മക്കളെ കണ്ണും പൂട്ടി പറഞ്ഞൂടെ, d എന്താ വരിക? ഇവിടെ n² ഒപ്പമുള്ള ആൾ എന്താണ്? ഡിന്റെ പകുതിയാണ്. അപ്പൊ d എന്താ വരിക? അതിന്റെ ഇരട്ടിയല്ലേടാ വരിക. ഇവിടെ എന്തോ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, ഡിന്റെ ഇരട്ടി എത്ര? 4. ഇതിന്റെ ഇരട്ടിയാണ്, ഇത് d/2 ആണ്. ഡിന്റെ പകുതിയാണ് 2. അപ്പൊ അതിന്റെ ഇരട്ടിയാണ് d വരിക 4. എഫ് എന്താ വരിക വെച്ച് കഴിഞ്ഞാൽ എഫിന് എന്താ അട്ടി മതി വെച്ചാൽ നിങ്ങൾ എന്നിന്റെ ഡാംസ് ഒക്കെ ഒന്ന് പൊത്തി പിടിച്ചാൽ മതി. ബാക്കി എന്താ ഉള്ളത്? 2 plus 3 ആണോ അല്ലേ? അതാണ് എഫ് എപ്പോഴും അങ്ങനെ തന്നെ അല്ലേ. എഫ് is equal to 2 plus 3, so that is equal to 5. എന്തായിരിക്കും സീക്വൻസ് വരുവാണെങ്കിൽ വെറുതെ ഒരു പൊലിവിന് എഴുതിക്കോളൂ, 5, 9, 13 ഇങ്ങനെ പോകും സീക്വൻസ്. പറഞ്ഞോളൂ. സോ ദെൻ വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടൈംസ്? ഇത് തന്നെ ചെയ്തൂടെ? S5. Sn എന്താണ്? 2n² plus 3n. എന്നിലോടത്ത് 5 കൊടുത്താൽ പറയാം. എന്നിലോടത്തൊക്കെ 5 കൊടുത്താണ് 2 into 5² plus 3 into 5. 2 into 5². ആ സ്ക്വയർ 5ന് മാത്രം അവകാശപ്പെടാണ്. സോ 5² 25. 3 into 5 50. 2 into 25 50 plus 50. That is equal to 60. ഇതാണ് 5 ടൈംസിന്റെ സം. ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി ടേംസ് ഓഫ് ദി സീക്വൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 324? എത്ര ടേമുകൾ കൂട്ടിയാലാണ്, അഥവാ സമ്മായിട്ട് എപ്പോഴാണ് 324 കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. n എത്ര എന്നുള്ളത്. എടാ സമ്മിന്റെ ഇക്വേഷൻ ഇപ്പൊ പറഞ്ഞിട്ടല്ലോ, 2n² plus 3n ആണ് സമ്മ്. സോ ഇതാണ് 324 ആണോ അല്ലേ? ഇവിടെ ഡി ഇതൊന്നും കണ്ട ആവശ്യമില്ല, വെറുതെ ഒരു പൊലിവിന് കണ്ടുന്നുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. സോ ദെൻ ഇവിടെ നിന്നാണ് ആൻസർ പോകണം കേട്ടോ. ഇവിടെ നിന്നാണ് ആൻസർ പോകണത്. എ ക്വസ്റ്റ്യൻ ആൻസർ, ഇത് ബി ക്വസ്റ്റ്യൻ ആൻസർ. സോ നോക്കിക്കോ, എടാ ഈ 324 ഞാൻ ഇങ്ങോട്ട് തട്ടട്ടെ. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ n² ആണ്, മറ്റേ എക്സിന്റെ വരെ എന്നാ വന്നിക്കണം, ഹാജറായിക്കണം, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ കണ്ടോ, ഇത് വരാൻ പാടില്ല. പക്ഷെ ഇത് വെട്ടൊക്കെ ചെയ്യുന്നേ. 2ന്റെ ഗുണനപ്പട്ടികയിലുള്ള ആൾക്കാർ ഇവിടെ എല്ലായിടത്തും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊന്ന് പകുതിയാക്കിയേനെ. ഇപ്പൊ ഇവിടെ 4 ആണെങ്കിൽ n²ന്റെ പകുതി n² പ്ലസ് 4n പകുതി 2n, 324ന്റെ പകുതി 168 ആയി, 162 ഇങ്ങനെയൊക്കെ വന്നിനി. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റൂല, കാരണം ഇവിടെ ഉണ്ടോ 3 ആണ്. 3ന്റെ പകുതി 1.5 എന്നൊക്കെ ഇട്ടേണ്ടി വരും. 1.5ന്റെ പകുതി പിന്നെയും കണ്ടിരും, വേണ്ട. സോ ദെൻ ഇവിടെ എന്താ വേണ്ടില്ല, n² ഉള്ള ആളുണ്ട്. മൊത്തമായിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പകുതിയാക്കാൻ പറ്റുമോ നോക്കി, പക്ഷെ പറ്റൂല. ഇവിടെ 3 2ന്റെ ഗുണനപ്പട്ടികയിലില്ല. ഇനി ഇവിടെ എന്നിന്റെ ഒപ്പം ഉള്ള ആളത് ഇരട്ട സംഖ്യ അല്ല, ഒറ്റ സംഖ്യ. ഇതിന്റെ 3ന്റെ പകുതി 1.5. 1.5ന്റെ സ്ക്വയർ ഒക്കെ കാണാനുള്ള റിസ്ക് ഒന്നുമില്ല. ബുദ്ധിയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കാണാം. ഒരു ട്രിക്ക് ഒക്കെ ഉണ്ടോ 1.5ന്റെ സ്ക്വയർ കാണാൻ? പോയിന്റ് ഇടുക. 5ന്റെ സ്ക്വയർ എന്താ? 25. 1 കഴിഞ്ഞ അടുത്ത നമ്പർ 2 അല്ലേ? 1 × 2 2.25. ടോപ്പ് ഇക്വേഷൻ അങ്ങനെയാണ് പറഞ്ഞാണ്. 3.5ന്റെ സ്ക്വയർ എന്തേക്കാരം? പോയിന്റ് ഇടുക. 5ന്റെ സ്ക്വയർ 35 അങ്ങനെ കാണാം, പോയിന്റ് ഒഴിവാക്കിയാൽ മതി. 5ന്റെ സ്ക്വയർ 25. 3 കഴിഞ്ഞ അടുത്ത നമ്പർ 4 അല്ലേ? 3 × 4 12 ഉണ്ടോ? ടോപ്പ് ഇക്വേഷൻ ടോപ്പ് പരിപാടിയാണ്. സോ ദെൻ 324 ഇങ്ങോട്ട് 2n² plus 3n minus 324 equal to 0 എന്ന് വരും. നിങ്ങളൊരു പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസിൽ പഠിച്ചിട്ടില്ല, അത് ഇവിടെയും പഠിച്ചോണ്ടി. അതൊക്കെ സെയിം, എല്ലാം ഒരേ പോലെ തന്നെ. -b ± √(b² - 4ac / 2a) ആണോ അല്ലേ? -b ± √(b² - 4ac). എത്ര ac? 4ac / 2a. എത്ര? 2a. സോ ദെൻ ഇവിടെ n അല്ല x ആണ്, ഇവിടെ n ആയതുകൊണ്ട് x n ഇട്ടു. സോ ദെൻ എന്താ a n² എപ്പോഴാണ് a, n എപ്പോഴാണ് b, സി എന്ന് പറഞ്ഞാൽ ഇത് സിംഗിൾ ആയിട്ട് നിൽക്കണം. സോ ദെൻ ഇവിടെ ഓരോന്നും എടുത്ത് ചെയ്താൽ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഇതാണ് പരിപാടി. ഇത് ചെയ്താൽ മതി, ആൻസർ കിട്ടും. അപ്പോൾ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ചിലതിലൊക്കെ ഇങ്ങനെ വരില്ലേ, n² പ്ലസ് ഇങ്ങനെ ഇത് തന്നെ മാറണിയില് മിക്കവാറും സീക്വൻസ് തരും. എന്നിട്ട് നമ്മൾ സമ്മിന്റെ ആൾജിബ്രായിക് ഫോം വെച്ച് ഇത് കണ്ടുപിടിച്ചേണ്ടി വരും. അപ്പൊ മിക്കവാറും നിങ്ങൾക്ക് കിട്ടുക ഗസ് ചെയ്യുക n² പ്ലസ് 8n നിൽക്കാരം. അതിന്റെ ഒരു സമ്മ് തരും, ചിലപ്പോൾ 506 512 എന്നിട്ടേ കാര്യം ചോദ്യം. അപ്പൊ നിങ്ങൾ എന്താ പറയണം, സ്ക്വയർ കംപ്ലീഷൻ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇടങ്ങേറി നമുക്കുണ്ട്. അപ്പൊ നമ്മൾ മറ്റേ പരിപാടി ഏത്, എവിടെ സെക്കൻഡ് ഡിഗ്രിയിൽ കുടുങ്ങിയാലും എല്ലാവരും ഒരു ഭാഗത്ത് കണ്ട് തട്ടുക. ഇവിടെ എല്ലാവരും ഒരു ഭാഗത്തേക്ക് ഒരു കൂടും, ഇവിടെ 0 വരും. നേരെ 2 തട്ടി കൊടുക്കുക. -b ± √(b² - 4ac / 2a) ഇട്ടുകൊടുത്ത് നോക്കുക കേട്ടോ. ഇനി ഇട്ടുകൊടുത്ത് തരണോ?
എ അറിയില്ലേ 2, ബി അറിയില്ലേ 3, സി അറിയില്ലേ -324. ഇട്ടോട്ട് തരണോ? പണി ഇട്ടോട്ട് തരാം. പക്ഷെ സമയം നല്ലോണം പോട്ടോ. കഴിവുള്ള ആൾക്കാർക്ക് പോകില്ല, ഞാൻ പറഞ്ഞു. n is equal to -b plus or minus root of b square minus 4ac by 2a. ചില ആൾക്കാർ 4ac സെപ്പറേറ്റ് എടുത്ത് ചെയ്യലുണ്ട്, ഞാൻ ഒറ്റടിക്കാ ചെയ്യണം. ബുദ്ധി കൂടിയ ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. -3 plus or minus root of b square 3ന്റെ സ്ക്വയർ മൈനസ് പ്ലസ് ആയില്ല, അത് ഞാൻ ഗസ് ചെയ്തത്. 4 into a എത്ര 2 into c എത്ര -324. ഗുണിക്കണിന്റെ ഇടയിൽ കൂടെ മൈനസ് ഒക്കെ ഞാൻ മര്യാദ കേട്ടോ, ഞാൻ കുറച്ച് മൈനസ് കുറച്ച് പൊന്തിച്ചിടും, അത് മിക്സ് ആവില്ല ആകപ്പാടെ. സതെ ഞാൻ ബുദ്ധി കൂടിയ ആൾക്കാർ മറക്കണ ഒരു സാധനം by 2a. ഞാൻ പണ്ട് പലപ്പോഴും മറക്കുന്നുണ്ടായിരുന്നു, അത് പല ആൾക്കാരും മറക്കും, നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഇതിൽ by 2a എന്ന് എഴുതാൻ മറക്കും. 2a അല്ലല്ലോ, 2 into a എത്ര 2 തന്നെയല്ലേ, നോക്കിയാൽ മതി. -3 plus or minus root of 3ന്റെ സ്ക്വയർ 9. എടാ ഇത് ഒരൊറ്റ ടേമാണ്. ഇവിടെ ഗുണിക്കണ സമയത്ത് ഇവിടെ ഒരു മൈനസ് അല്ലേ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും എന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. 4 into 2 8, 8 into 3 24, 324 ഇരട്ടി 642 ഇരട്ടി 1000. ബുദ്ധി വർക്കാവണില്ല. 1296 ആണോ? അല്ല, അതിൻ്റെ ഇരട്ടി 2592 2592 by 24 -3 plus or minus root of ഇത് രണ്ടും കൂട്ടിയല്ലോ 9 2592 കൂട്ടിയ 2601 by 4. ഈ വലിയ സംഖ്യകളുടെ റൂട്ട് കാണാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഒറ്റ പറഞ്ഞുതരുള്ളൂ, ആവശ്യക്കാരെടുത്താൽ മതി. ഇത് റൂട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ കേട്ടോ, റൂട്ടുള്ള നമ്പേഴ്സിനെ പറ്റുള്ളൂ. ഇതൊരു ഗസ്സിങ് മെത്തേഡാണ്. ഈ ലാസ്റ്റത്തെ രണ്ടെണ്ണം അവിടെ മാറ്റി വെക്കുക. ലാസ്റ്റത്തെ 2 ഡിജിറ്റ് അവിടെ മാറ്റി വെക്കുക. ബാക്കിയുള്ള എന്താ 26 അല്ലേ? ആരുടെ സ്ക്വയറിന് ശേഷം 26? ഞാൻ ചൊല്ലിത്തരാം. 1ന്റെ സ്ക്വയർ 1 കഴിഞ്ഞില്ല. 26 മുന്നത്തെ സ്ക്വയർ ആണ് ഇട്ടേണ്ടത്. 2ന്റെ സ്ക്വയർ 4 അല്ല, 3ന്റെ സ്ക്വയർ 9 അതും കഴിഞ്ഞിരിക്കണം. 4ന്റെ സ്ക്വയർ 16 അതും കഴിഞ്ഞിരിക്കണം. 26 ഉണ്ടാവും. 5ന്റെ സ്ക്വയർ 25 അതും കഴിഞ്ഞിരിക്കണം. പക്ഷെ 6ന്റെ സ്ക്വയർ 36 എത്തിയിട്ടില്ല. 5 വിട്ടിക്കണ് 6 എത്തിയിട്ടില്ല. ഉത്തരം 50 വിട്ടിക്കണ് 60 എത്തിയിട്ടില്ല. ഉത്തരം എന്ന് പറയുന്നത് 5ലേക്കാണ്. 26 എന്നുള്ള സംഖ്യന്റെ മുന്നേ ആരുടെ സ്ക്വയറാ? 5ന്റെ സ്ക്വയർ അല്ലേ 25. അതിന് ശേഷം 6ന്റെ സ്ക്വയർ 36. ഇതിന്റെ ഇടയിലാണ് എന്ത് വരുന്നത്? 26 എന്ന സംഖ്യ വരുന്നത്. സോ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഉത്തരം തുടങ്ങുന്നത് ഉത്തരം 50ന്റെയും 60ന്റെയും ഇടയിലാണ്. അഥവാ ഇതിന് മുന്നേ ആരുടെ സ്ക്വയർ ആണോ അയാളാണ് ഫസ്റ്റത്തെ നമ്പർ 5. ഇനി നോക്കാം. ഇനി ലാസ്റ്റ് ഡിജിറ്റ് വിളിക്കാണ്. ലാസ്റ്റ് 1 അല്ലേ? ആരുടെയൊക്കെ സ്ക്വയർ ആണോ 1ൽ അവസാനിക്കണേ? 1ന്റെ സ്ക്വയർ എത്ര? 1. ലാസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ ലാസ്റ്റ് നമ്പർ 9. 9ന്റെ സ്ക്വയർ എത്ര? 81. 2ന്റെ സ്ക്വയർ എത്ര? 4. മറ്റേ ലാസ്റ്റ് രണ്ടാമത്തെ 8ന്റെ സ്ക്വയർ എത്ര? 64 ഉണ്ടോ? ലാസ്റ്റ് ഡിജിറ്റുകൾ നോക്കിയിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ? 3ന്റെ സ്ക്വയർ 9, 7ന്റെ സ്ക്വയർ 49 കണ്ടോ? ലാസ്റ്റ് ഡിജിറ്റുകൾ സെയിം അല്ലേ? 4ന്റെ സ്ക്വയർ 16, 6ന്റെ സ്ക്വയർ 36, 5ന്റെ സ്ക്വയർ പിന്നെ എപ്പോഴും. അപ്പൊ കണ്ടോ, ഫസ്റ്റ് താളും ലാസ്റ്റ് താളും സ്ക്വയർ അവസാനിക്കണം 1ല്ല. ബെൽതൊക്കെ 4, ബെൽത് രണ്ടാളത്തും 9, ബെൽത് രണ്ടാളത്തും 6. പറഞ്ഞേ ഉള്ളൂ. സോ ആരുടെയൊക്കെ സ്ക്വയർ ആടാ 1ൽ അവസാനിക്കണേ? ഒന്നുകിൽ 1ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 9ന്റെ സ്ക്വയർ. 1ന്റെ സ്ക്വയർ 1 ആണ്, 9ന്റെ സ്ക്വയർ 81 ആണ്. രണ്ടാളി സ്ക്വയർ അവസാനിക്കണം 1ലാണ്. ദാറ്റ് മീൻസ് ഈ ഉത്തരം അവസാനിക്കുന്നത് 51ലോ അല്ലെങ്കിൽ 59ലോ ആണ്. പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യാൻ ഐഡിയകളൊക്കെ ഉണ്ട്. എന്താ 26 എന്നുള്ള സംഖ്യ 5ന്റെ സ്ക്വയർ ആയിട്ടുള്ള 25ന്റെ അടുത്താണോ 6ന്റെ സ്ക്വയർ ആയിട്ടുള്ള 36ന്റെ അടുത്താണോ നോക്കുക. 36ന്റെ അടുത്തല്ല, 25ന്റെ അടുത്താണ്. അഥവാ 50ന്റെ അടുത്തുള്ള ആൻസർ വരിക. 50ന്റെ അടുത്ത് ഏറ്റവും അടുത്തുള്ള ആൻസർ ചെയ്ത് 51. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. 2 ഉത്തരം ഞാൻ തന്നിക്കണം. ഇതിൽ ഏതോ ഒന്നാണ് ഉത്തരം. ഓക്കെ, സോ പറഞ്ഞേ ഉള്ളൂ. ഞാൻ പറ്റുന്ന ആൾക്കാർ ഇതൊന്നും കൂടി റിവൈൻഡ് ചെയ്ത് കേട്ട് മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് മുന്നേ എൻ്റെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, അത് തപ്പി പിടിച്ചാൽ തട്ടിക്കോളി. എനിക്ക് മെസ്സേജ് അയച്ചോളിയും, ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. സോ ദെൻ റൂട്ട് 2691 റൂട്ട് 51 51 ഉത്തരം by 4. ഇനി -3 പ്ലസ് ഓർ മൈനസ് 51 by 4 ഞാൻ എന്തായിട്ടാണ്, ഇതാണ് എൻ്റെ വര. ഇവിടെ 2ആയിട്ട് തിരിക്കുകയാണ്. n is equal to -3 plus 51 by 4. n is equal to -3 minus 51 by 4. 51 ചിഹ്നത്തിൽ മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ, ബാക്കിയൊന്നും മാറില്ല.
ഞാൻ പറഞ്ഞു മാങ്ങ പറയി ചെള്ളിക്കുത്ത് മാങ്ങ പറയി, അഥവാ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ഇല്ല അല്ലേ? കാരണം ഒരാളെ ചിഹ്നം മൈനസ് ഒരാളെ ചിഹ്നം പ്ലസ് ആണ്. സോ ആൻസർ എന്താ വരിക വെച്ചാൽ 48. 48 പ്ലസ് തന്നെയാണ്. പ്ലസ് 48 പ്രത്യേകത 48/4 12. ഇനി ഇവിടെ എന്താ വരിക വെച്ചാൽ 3 രൂപ ചാടിപ്പോയി, 51 ചാടിപ്പോയി, ടോട്ടൽ എത്ര രൂപ ചാടിപ്പോയി? 54 രൂപ ചാടിപ്പോയി, 14. എത്ര വരിക? മൈനസ് അല്ലേ? 54 14 പറഞ്ഞാൽ 13. ടേം ഇല്ല, പിന്നെ നെഗറ്റീവും എണ്ണം വരില്ല. ആരെങ്കിലും എണ്ണം ഉണ്ടോ? -1 -2 ഇല്ല. ഉത്തരം കിട്ടി. n=12. അപ്പൊ 12 ടേംസിന്റെ സമ്മാണ് എത്ര വരിക? 324. ആണെങ്കിൽ ചെയ്ത് നോക്കിക്കൊണ്ടിട്ടോ. ഇവിടെ ഇതല്ല ഇക്വേഷൻ. ഇതിൽ എന്നിലോടുത്ത് 12 എടുത്ത് നോക്കി, ഉത്തരം കിട്ടും 324. പറഞ്ഞേ ഉള്ളൂ. യു ക്യാൻ. സോ ഏറിയം ഉണ്ട്, ബി ഏറിയം, സി ഏറിയം. ഇതിന്റെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പിന്നെയും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. So then, the perimeter of a rectangle is 80 centimeter and its area is 396. നേരത്തെ ചെയ്ത പോലെ തന്നെ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എന്താ? 2 ലെങ്ത്തും 2 ബ്രെഡ്ത്തും കൂട്ടിയാലല്ലേ 80. അപ്പൊ ഒരു ലെങ്ത് ഒരു ബ്രെഡ്ത്തും കൂട്ടിയാൽ എത്ര? 40 വരും. ലെങ്ത് എക്സ് ആണെങ്കിൽ ബ്രെഡ്ത്ത് എന്താ വരിക? 40 എക്സ് കുറക്കും. അപ്പൊ ലെങ്ത്തും രണ്ടും കൂടി കൂട്ടിയാൽ, ഇപ്പൊ എയും ബിയും കൂടി കൂട്ടിയാൽ 40 റുപ്യ വരും. എക്ക് 30 റുപ്യ ആണെങ്കിൽ ബി എത്ര? 10 അല്ലേ വരിക? 40 10 കുറച്ചാൽ പോലെ, അല്ല 40 30 കുറച്ചാൽ പോലെ. ഇതേ പരിപാടി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. രണ്ടും കൂടി കൂട്ടിയപ്പോൾ 40. ഇപ്പൊ ഒരാൾ എക്സ് ആണെങ്കിൽ മറ്റേത് 40 എക്സ് ഉണ്ട് ഒഴിവാക്കുക. സോ ദെൻ അതെപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏരിയ എന്താ? ഏരിയ ക്വസ്റ്റ്യനിൽ തന്നിക്കണല്ലോ 396. എന്താ ഏരിയ? ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് അല്ലേ? ലെങ്ത്തും ബ്രെഡ്ത്തും അറിയില്ല. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ മേലെ ചെയ്തിട്ട് ചെയ്ത് നോക്കുക. സോ ദെൻ ഇതില് ഞാൻ വേറൊരു മെത്തേഡ് കൂടി പറഞ്ഞുതരാം. സമ്മ് കിട്ടി. സമ്മനാൽ എന്താ? ഇപ്പൊ എക്സും വൈ ഒരു നമ്പേഴ്സ് ആണ്. എക്സും വൈയും കൂട്ടി 20 കിട്ടും. അതിന്റെ പ്രൊഡക്റ്റ് 95. പല രീതിയിൽ ഇതിനെ ചെയ്യാം, 3 മെത്തേഡ് ഉണ്ട്. ഒന്നുകിൽ ഇതാ നോക്കൂ, ഇവിടെ നിന്ന് എന്താ വൈ കിട്ടുക പറയാൻ പറ്റും. എക്സിനെ അങ്ങോട്ട് തട്ടിയാൽ പോരെ, വൈനെ ഒറ്റക്കാക്കി നോക്കി. 20 ഉണ്ട് മൈനസ് എക്സ്. അപ്പൊ വൈയിലോടത്തൊക്കെ 20 മൈനസ് എക്സ് കൊടുക്കുക. അപ്പൊ അവിടെ എന്ത് വരും? എക്സ് ഇൻറ്റു വൈയിലോടത്ത് എന്ത് കൊടുക്കുക? 20 മൈനസ് എക്സ് = 95. ചെയ്ത് നോക്കുക. എക്സിന്റെ 20 എക്സ് മൈനസ് എക്സിന്റെ എക്സ് സ്ക്വയർ = 95. പക്ഷെ ഞാൻ പറഞ്ഞു എക്സ് സ്ക്വയർ നെഗറ്റീവ് വരാൻ പാടില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, 20 എക്സ് എക്സ് സ്ക്വയർ വെച്ചാൽ 95 ആണെങ്കിൽ തിരിച്ച് കുറച്ച് -95. അപ്പൊ എന്താ വരിക? എക്സ് സ്ക്വയർ മൈനസ് 20 എക്സ് ആണെങ്കിൽ എന്താ വരിക? -95. ഇനി ചെയ്യാം സ്ക്വയർ കംപ്ലീഷൻ. അറിയില്ലേ? 20ന്റെ പകുതി 10ന്റെ സ്ക്വയർ അപ്പുറത്തും ഇപ്പുറത്തും കൂട്ടുക. അത് നെഗറ്റീവ് ഒന്നും ഇല്ല, കൂട്ടുക, നേരെ കൂട്ടുക. അപ്പൊ എത്ര കിട്ടും എന്നുള്ളത് ആലോചിച്ച് നോക്കുക. സുധേ ആണ് ചെയ്തുതരാം. എക്സ് സ്ക്വയർ മൈനസ് 20 എക്സ് പ്ലസ് ഡാഷ് -95 പ്ലസ് ഡാഷ് 10ന്റെ സ്ക്വയർ കൂട്ടാം. 10ന്റെ സ്ക്വയർ 100 ആണെന്ന് അറിയാം. അവിടെ കൂട്ടി, ഇവിടെ 5 കിട്ടി. ഇവിടെ എത്ര കിട്ടി? x - 10 ഹോൾ സ്ക്വയർ കിട്ടി. കാരണം ഇവിടെ മൈനസ് ആയിട്ട് വരും, കാരണം ഇവിടെ മൈനസ് അല്ല, ഒരൊറ്റ മൈനസ് ഒന്നും ഇവിടെ മൈനസ് വരും. അത് മറക്കണ്ട കേട്ടോ. സോ ദെൻ സ്ക്വയർ അങ്ങോട്ട് പോയി. സോ x - 10 √5 കിട്ടി. √5 വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ പ്ലസ് ഓർ √5ന്റെ വാല്യൂ 2.256 എന്തോ ആണ് വാല്യൂ. സോ പ്ലസ് ഓർ മൈനസ് ആ വരിക. 2.256ന്റെ സ്ക്വയറും 5 ആണ് മൈനസ്, അതുകൊണ്ട് ഞാൻ പ്ലസ് ഓർ മൈനസ് ഇട്ട് വാല്യൂ ഇടണില്ല. പ്ലസ് ഓർ മൈനസ് ഇട്ടു. ഇനി -10 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ x = പ്ലസ് ഓർ മൈനസ് √5 -10 അങ്ങോട്ട് പോയാൽ +10 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് അങ്ങനെ വരും. x = പ്ലസ് √5 +10 x = മൈനസ് √5 +10. ക്ലിയർ ആണ് വിചാരിക്കുന്നത്. അടുത്തത് ഇതേപോലെ തന്നെ ഒരു 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 ഇത് ഭയങ്കര ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, വെറൈറ്റി ഒന്നുമില്ല. റെക്ടാംഗിൾ ചൊറുക്കലൊക്കെ കഴിവില്ലാത്തത് വെച്ചാണ് എന്തിനാ ഹെൽപ്പാക്കുന്നത്. കളർ കൊടുക്കണം. ഒരു റെക്ടാംഗിൾ. ഈ റെക്ടാംഗിളിന്റെ ഒരു സൈഡ് മറ്റേനേക്കാൾ 7 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ ഒരു സൈഡ് എക്സ് ആണെങ്കിൽ മറ്റേ സൈഡ് എന്താ വരിക? x+. ആൻഡ് ഇതിന്റെ ഡയഗണലിന്റെ നീളം, രണ്ട് ഡയഗണലും സെയിം ആയിക്കാരം വരും. ഡയഗണലിന്റെ നീളം 13 ആണ്. ഇവിടെ എക്സ് വന്നാൽ ഇപ്പുറത്ത് എന്ത് വരും? എക്സ്. ഇവിടെ x+. ഇതൊക്കെ ഓക്കെ ആണല്ലോ. ഇവിടെ ഇപ്പൊ ഒരു ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടി? മറ്റേ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. ഇതാണ് ആൾട്ടിറ്റ്യൂഡ്, ഇതാണ് ബേസ്, ഇതാണ് ഹൈപ്പോട്ടിന്യൂസ്. പൈതഗോറസ് ഇട്ടൂടെ? എന്താ പൈതഗോറസ് തിയറം വരിക? പൈതഗോറസ് പറഞ്ഞാണ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ = ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ആണോ? അല്ലേ? ബേസ് എന്താ? x + 7 ഹോൾ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡോ
എക്സ് സ്ക്വയർ അല്ലേ, ഇതാണ് ബേസ്, ഇതാണ് ആൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടിന്യൂസ് സിക്വൽ ഹൈപ്പോട്ടിന്യൂസ് 13 സ്ക്വയർ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. എടാ ഞാൻ ഇതൊരു ട്രിക്ക് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? എക്സിന് 7 സ്ക്വയർ ഇട്ട് അപ്പുറത്തും ഇപ്പുറത്തും ചെയ്ത എക്സ് സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ. ഇവിടെ ഇടയിൽ എന്താ വരിക? ഇവിടുത്തെ ചിഹ്നം എന്താ? പ്ലസ്. ഇനി എന്താ ഞാൻ കറങ്ങാൻ പറഞ്ഞു? 2 ഇൻറ്റു എക്സ് ഇൻറ്റു 7. വളരുത്, കറങ്ങണേ. 2 ഇൻറ്റു എക്സ് ഇൻറ്റു 7. സോ 2 ഇൻറ്റു എക്സ് ഇൻറ്റു 7 പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 13 സ്ക്വയർ 169. ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പൊ എത്ര എക്സ് സ്ക്വയർ ആയി? 2x സ്ക്വയർ പ്ലസ് ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു എക്സ് ഇൻറ്റു 7, 2 ഇൻറ്റു 7 14x പ്ലസ് 7ന്റെ സ്ക്വയർ 49 ഈക്വൽ ടു 169 ആണോ അല്ലേ? ഇതിനങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ 2x സ്ക്വയർ പ്ലസ് 14x ഈക്വൽ ടു, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇതിനെ അങ്ങോട്ട് തട്ടാം, ഈക്വൽ ടു 169 ഇവിടെ ഉണ്ട്. ഇതിനങ്ങോട്ട് തട്ടിയാൽ -49. ഇത് 120 ആയില്ലേ? 2x സ്ക്വയർ പ്ലസ് 14x ഈക്വൽ ടു 120. എടാ ഇതെല്ലാരും ഇരട്ട സംഖ്യകളല്ലേ? 2, 14, 120 ഇതൊക്കെ ഈവൻ നമ്പർ അല്ലേ? ഒന്ന് പകുതിയാക്കി കാണും. ഇക്വേഷൻ എല്ലായിടത്തും പകുതിയൊക്കെ കുഴപ്പമില്ല കേട്ടോ. 2x സ്ക്വയറിന്റെ പകുതി എക്സ് സ്ക്വയർ, 14xന്റെ പകുതി 7x ഈക്വൽ ടു 60. ഒരു സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ പറ്റും. ഒരു കണ്ടീഷൻ നോക്കി, എക്സ് സ്ക്വയർ നമ്മൾ ആരുമില്ല, പഠിച്ചോ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് ഇരട്ട സംഖ്യ അല്ല. ഇതിന്റെ പകുതി 3.5, അതിന്റെ സ്ക്വയർ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക് ഓർമ്മ ഉണ്ടോ? 0.25, 3 കഴിഞ്ഞ അടുത്ത നമ്പർ 4, 3 × 4 12. ഇതൊക്കെ എഴുതാം, പക്ഷെ പിന്നെ ആകെപ്പാടെ പോളം കജിന് പോകും. സോ നമ്മൾ ചെയ്യേണ്ടത് ഇത് സാധാ പോലെ തന്നെ ഇതിനങ്ങോട്ട് തട്ടാം. എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 7x മൈനസ് 60 ഈക്വൽ ടു 0. ഇനി എന്താ ചെയ്യാ പറഞ്ഞാണ്? എ എത്ര? ആരുള്ളതിലേക്ക് പഠിച്ചങ്ങാവുണ്ട് 1. ബി എത്ര? 7. സി എത്ര? -60. ചെയ്തു നോക്കുക, യു വിൽ ഗെറ്റ് ദ ആൻസർ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. അടിപൊളിയാക്കുക. ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾ പോക്കെയാണ്. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് നോക്കുക. കിട്ടും, കിട്ടേണ്ടതാണ്, കിട്ടാതിരിക്കില്ല, കിട്ടേണ്ടി വരും. കിട്ടിയിട്ടില്ല അതിനെ പാടും. ഓക്കെ, അടുത്ത പറയാനുള്ളൂ. കിട്ടും കിട്ടും. സോ കിട്ടും.